ഹിമാലയത്തിലെ കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരിക്കലും ആർക്കും ഇതായിരിക്കും ഹിമാലയത്തിലെ കാലാവസ്ഥ, നിങ്ങൾ വരൂ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും മാറാം. ചിന്മയ മിഷൻ്റെ ആശ്രമത്തിൽ ആദ്യം ഉത്തരകാശിയിലായിരുന്നു തപോവന സ്വാമികളുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ചിന്മയാനന്ദജി തപോവന സ്വാമികളെ കാണുന്നത്. ആദ്യത്തെ ഹിമാലയ യാത്ര ആദ്യത്തെ ഹിമാലയ യാത്ര അത് 18 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. രാവിലെ ഒരു അമ്മ വന്നിട്ട് ഞങ്ങളോട് പറയാണ്, എൻ്റെ കൂടെ കിടക്കുന്ന ആൾ എഴുന്നേൽക്കുന്നില്ല വിളിച്ചിട്ട്. ഈ രാവിലെ പിന്നീട് ഞങ്ങൾ യാത്രക്കാരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യാത്രയിൽ നമ്മളുടെ സങ്കല്പം വലിയൊരു ശക്തിയാണ്. ഇനി മറ്റൊരു അത്ഭുതം കൂടി ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. കരടി ഉണ്ട് ചുരുക്കം. അപ്പോൾ അവിടെയും ഇവിടെയും കരടി ഉണ്ട്, സൂക്ഷിച്ചോളതാണ് അതിന് ചുരുക്കം. ക്ഷേമം കൊണ്ട് വലിയൊരു തടാകമാണ്. അത് മിക്കവാറും സമയത്ത് ഐസ് ഉറഞ്ഞ് കിടക്കുകയായിരിക്കും. യമുനോത്രി ഒരു അത്ഭുത സ്ഥലമാണ്. പക്ഷേ കേദാർനാഥിന് പ്രത്യേകത ഉണ്ട്. കേദാർനാഥ് ഈ സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കുറച്ചും കൂടി ഒരു ഉത്തുംഗത്തിലേക്ക് എത്തി. ദിവാർജി കുറേ കാലമായിട്ട് യാത്രാ രംഗത്താണല്ലോ. കുറേ ആളുകളെ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും ദിവാർജിയുടെ കൂടെ പല യാത്രകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ പല പ്രായത്തിലുള്ള ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ദിവാർജി യാത്ര ചെയ്തിട്ടുള്ള ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എത്രയോ ആളുകളെ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ പല ടൂർ ഓപ്പറേറ്റർമാരുടെ അടുത്ത് ചോദിക്കുമ്പോഴും അതുപോലെ ഈ യാത്രകൾ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുപോകില്ല. പക്ഷേ ദിവാർജിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരെയും കൊണ്ടുപോകും. എല്ലാവരെയും ഒരു ഫാമിലി പോലെ കൊണ്ടുപോകുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് ഹിമാലയത്തിലേക്കാണ്. അപ്പം താങ്കൾ ദിവാർജി ഹിമാലയത്തിലേക്ക് ടൂറുകൾ കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. അതിൽ ഏറ്റവും ദുർഘടം പിടിച്ച ടൂർ ഏതാണ്? തീർച്ചയായും നമസ്കാരം. നമ്മുടെ യാത്രകളിൽ എല്ലാ പ്രായത്തിലും ആദ്യം ചോദിച്ച ചോദ്യമാണല്ലോ, എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളും വരാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം പൊതുവെ യാത്രയ്ക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ വലിയൊരു ശതമാനം റിട്ടയർമെൻറ്റിന് ശേഷമാണ്. ആ സമയത്താണ് അവർ ഫ്രീ ആവുന്നത്, യാത്രയെക്കുറിച്ച് അവർ ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലത്തുനിന്നും വായിച്ച അറിവും പല കാര്യങ്ങളും വെച്ചുകൊണ്ട് ഹിമാലയ യാത്ര പോകണം എന്ന് പലർക്കും വലിയ ആഗ്രഹമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിമാലയ യാത്ര എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് ഈ ചാർധാം യാത്ര തന്നെയാണ്. ചാർധാം യാത്രയ്ക്ക് പുറമെ മറ്റ് മേഖലകളിലും ഹിമാലയ യാത്രകൾ ധാരാളം പോകുന്നുണ്ട്. അൽമോറ ഭാഗത്തേക്ക് പോകുന്നുണ്ട്, നൈനിറ്റാൾ, അൽമോറ. അതേപോലെ തന്നെ ഇപ്പോൾ 5ഓളം രാജ്യങ്ങളിലായിട്ട് ഹിമാലയ എന്ന നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, 1600ഓളം കിലോമീറ്റർ. അപ്പോൾ അതിൽ ഈ രാജ്യങ്ങളിൽ കൂടെയുള്ള യാത്ര, അപ്പം ഭൂട്ടാൻ പോവുകയാണെങ്കിലും നേപ്പാൾ പോവുകയാണെങ്കിലും ഒക്കെ ഹിമാലയ യാത്ര തന്നെയാണ്. പക്ഷേ ചാർധാം യാത്ര എന്ന് പറയുന്നത് ശരിക്കും തികച്ചും വ്യത്യസ്തമാണ്. ശരിക്കും ഭാരതത്തിൻ്റെ വലിയൊരു സവിശേഷതകളിൽ ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ, ഹിമാലയത്തിലേക്കുള്ള പണ്ട് കാലം മുതലേ ഋഷീശ്വരന്മാർ അവരൊക്കെ ഹിമാലയ യാത്രയ്ക്ക് പോകുക എന്ന് പറയുന്നത് വലിയൊരു തപസ്സായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കേവലം ഒരു യാത്രയല്ല. ഒരുപക്ഷെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രദേശമല്ല ഹിമാലയം എന്നത്. ഇപ്പോൾ കേദാർനാഥ് നമുക്കറിയാം, അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കുറച്ച് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റാത്ത സ്ഥലം കേദാർനാഥ് തന്നെയാണ്. കാരണം താഴ്വാരത്തുനിന്ന് ഹിമാലയൻ സുനാമി നമുക്കറിയാമല്ലോ, വലിയൊരു വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം മുമ്പ് 16 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ റോഡ് മാറ്റി ആ ഭാഗത്തുള്ള റോഡ് മൊത്തം ഒലിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ 18 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ അവിടേക്ക് സാധാരണ ആളുകളെ ആശ്രയിച്ചിരുന്നത് ഒന്ന് ഹെലികോപ്റ്റർ, അല്ലാന്നുണ്ടെങ്കിൽ നടന്നു പോവുക, പിന്നെ വേറൊരു മാർഗം കുതിര, പിന്നെ ഡോളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് പോയിരുന്നായിരുന്നത്. അത് ഈ നേരത്തെ പറഞ്ഞില്ലേ ഹിമാലയൻ സുനാമി എന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് വന്നിട്ട് അന്ന് ഒരു ചാർധാമിലെ ചാർധാമല്ല കേദാർനാഥിലെ അമ്പലം ഒരു ശില വന്ന് നിന്ന് പുണ്യശില വന്ന് നിന്ന് അത് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു നശിക്കുന്നത്. അതന്നെയല്ലേ ഉദ്ദേശം? അതാണ് ഉദ്ദേശിച്ചത്. അതിൽ പമ്പ എത്രയായിരുന്നു? അത് 16 കിലോമീറ്റർ ആയിരുന്നു നടക്കാണ്ടായിരുന്നു. എത്ര ഉണ്ട് ഇപ്പം 2 കിലോമീറ്റർ കൂടി. ചാർധാം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഇതാണ്? അപ്പോൾ 2 തരം ചാർധാം യാത്രകളുണ്ട്. അതായത് ഒന്ന് നമ്മളിത് ചോട്ടാ ചാർധാം എന്ന് പറയാം. അതായത് യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്. അത് സാധാരണ അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് പറയുന്നത്, ശരിക്കും നമ്മൾ ഹിമാലയത്തിലെ ചാർധാമുകൾ കുറവ് നമ്മളെ കയ്യിൻ്റെ വിരലുകൾ പോലെയാണ്. ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഹരിദ്വാറിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. അതിനുശേഷം നമ്മൾ യമുനോത്രി പോകുന്നു. യമുനോത്രി നേരെ വന്നിട്ട് ഉത്തരകാശി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ പൗരാണിക പ്രസിദ്ധമായിട്ടൊരു സ്ഥലമാണ് ഉത്തരകാശി. അവിടെ സൗമ്യകാശീശ്വര ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അതിനുശേഷം അവിടെ താമസിച്ച അതാണ് ബേസ് ക്യാമ്പ്. അവിടുന്ന് ഒരു 90-95 കിലോമീറ്ററാണ് ഗംഗോത്രിക്കുള്ളത്. ഗംഗോത്രി ആണ് മുമ്പ് കാലത്ത് ഗംഗ ഉത്ഭവിച്ചിരുന്നത്. പക്ഷേ ഗ്ലേസിയേഴ്സ് ഉരുകി ഗംഗയുടെ ഉത്ഭവം ഇപ്പം ഗോമുഖിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് പിന്നെയും വളരെ ദൂരം യാത്ര ചെയ്താൽ 18 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ ഗോമുഖിലെത്താൻ പറ്റുള്ളൂ. പക്ഷേ സാധാരണ യാത്രക്കാർക്കൊന്നും ഗോമുഖിലേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, പെർമിഷൻ വേണം. മാത്രമല്ല വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. വഴിയില്ല എന്ന് പറയാം, വഴിയില്ലാത്ത വഴി അങ്ങനെയാണ്. അവിടുത്തെ ഗൈഡുകളൊക്കെ നമ്മളെ
കൂടെ വന്ന് അങ്ങനെയാണ് അവരാണ് ഭൂമുകളിലേക്ക് കൊണ്ടുപോകുക. പക്ഷേ ഗംഗോത്രിയാണ് അടുത്തൊരു സ്റ്റേഷൻ. ഗംഗോത്രിയിൽ തിരിച്ചു വന്ന് വീണ്ടും ഉത്തരകാശിയിൽ താമസിക്കും. എന്നിട്ട് ഉത്തരകാശിയിൽ നിന്ന് പിന്നീട് നമ്മൾ പോകുന്നതാണ് കേദാർനാഥിൻ്റെ ബേസ് ക്യാമ്പ്. ഗുപ്തകാശി വഴി നമ്മൾ ഒന്നുകിൽ ചോപ്റ്റ, ഗുപ്തകാശി, രാംപൂർ, സീതാപൂർ ഇതൊക്കെയാണ് അതിൻ്റെ ബേസ് ക്യാമ്പുകൾ. ഗൗരികുണ്ടിനാണ് യാത്ര ആരംഭിക്കുക. അതാണ് കേദാർനാഥിലേക്കുള്ള യാത്രാ റൂട്ട്. അപ്പോൾ ഈ റൂട്ടുകളിലൊക്കെ ഇപ്പോൾ ധാരാളം താമസ സൗകര്യം ലഭ്യമാണ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോകുന്നതാണ് ബദ്രീനാഥിലേക്ക്. ബദ്രീനാഥിലേക്ക് ഇതേപോലെയാണ്. ചില ആളുകൾ ഇവിടുന്ന് ഇപ്പോൾ സീതാപൂരാണ് താമസിക്കുന്നത്, സീതാപൂരിൽ നിന്ന് നേരിട്ട് ബദ്രീനാഥിലേക്ക് പോകുന്നവരുണ്ട്. അതേപോലെ ഇവിടെയും ധാരാളം ഇടത്താവളങ്ങളുണ്ട്. ഉദാഹരണത്തിന് രുദ്രപ്രയാഗിൽ താമസിക്കാം, അതേപോലെ തന്നെ പിപ്പിലിക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോഷിമഠിൽ താമസിക്കാം. ഈ സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും താമസിച്ച് ബ്രേക്ക് ചെയ്ത് പോകാം. അറ്റേ സ്ട്രെച്ചിൽ പോകുന്നവരുണ്ട്. പക്ഷേ ഹിമാലയത്തിലെ യാത്ര എന്ന് പറയുന്നത് മുൻപൊക്കെ വളരെ ദുർഘടമായിരുന്നു. യാത്രാ വഴികൾ 300 കിലോമീറ്റർ 200 കിലോമീറ്ററൊക്കെയാണ് ആവറേജ് ഒരു ദിവസം യാത്ര ചെയ്യേണ്ടത്. രാവിലെ നമ്മൾ 4 മണിക്ക് 5 മണിക്ക് യാത്ര ചെയ്താൽ അടുത്ത സ്ഥലത്ത് വൈകുന്നേരം അല്ലെ രാത്രി ആയിരിക്കും. മുൻപ് റോഡുകൾ വളരെ ഇടുങ്ങിയതും വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. അതേസമയത്ത് തന്നെ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല കനത്ത മഴ പെയ്യുന്ന സമയത്ത് ഈ റോഡ് ഒരുമിച്ച് ലാൻഡ് സ്ലൈഡിങ്ങിന് പോകും. ഹിമാലയത്തിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ശിഖരങ്ങളാണ് ഹിമാലയം. നമുക്കറിയാം 2 ഭൂഖണ്ഡങ്ങൾ ഇടിച്ചു ചേർന്ന് കടലിൽ നിന്ന് പൊങ്ങി വന്നതാണല്ലോ ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് ഭൗമശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. അത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും അവിടെ പോകുന്ന സമയത്ത്. കാരണം മറ്റ് പർവ്വത പ്രദേശങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല ഉറച്ച പാറകളാണെങ്കിൽ ഹിമാലയത്തിലെ പല ഭാഗത്തും നമുക്ക് നദിയിൽ കാണുന്ന ഉരുളൻ കല്ലുകൾ കാണാം. ഒരു നദി ഒഴുകി വരുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഉരുളൻ കല്ലുകൾ, മിനുസമാർന്ന കല്ലുകളാണോ ഉള്ളത്, അത്തരത്തിലുള്ള ധാരാളം ഉരുളൻ കല്ലുകൾ മാത്രമുള്ള നിരവധി ചെങ്കുത്തായ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇത് സമുദ്രത്തിൽ നിന്ന്, കാരണം അത്രയും കല്ലുകൾ അവർക്ക് ആരും കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ മണൽ കലർന്ന ഈ ഉരുളൻ കല്ലുകളിൽ മഴവെള്ളം വരുന്നതോടുകൂടി ഇത് പെട്ടെന്ന് ഉതിർന്ന് താഴേക്ക് അങ്ങ് പോരും. അങ്ങനെയാണ് ഹിമാലയത്തിലെ ഈ പ്രദേശങ്ങളിൽ ധാരാളം ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്നത്. ഇതിൽ പല ആൾക്കാരും പറയുന്നത് ചാർധാമിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ലാൻഡ് സ്ലൈഡ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു 2 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസം മുമ്പേ ചാർധാം യാത്ര നിർത്തി വെച്ചിരുന്നു. അത് ഈ ലാൻഡ് സ്ലൈഡ് കൊണ്ടാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ളത് തിരകളുടെ ഈ പ്രശ്നം. അതെ ഇത് കൊണ്ടാണോ? അത് എല്ലാ ഭാഗവും അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ 2 ആഴ്ച മുമ്പെയാണ് ബദ്രീനാഥ് പോയി വന്നത്. അപ്പോൾ ഇതിൽ ചില റൂട്ടുകളിലൊക്കെ പ്രത്യേകിച്ചും ഈ ബദ്രീനാഥ് പോകുന്ന റൂട്ട് കുറച്ച് ദുർഘടം പിടിച്ച റൂട്ടാണ്. പക്ഷേ ഗുപ്തകാശി റൂട്ട് ദുർഘടം പിടിച്ച റൂട്ടാണെങ്കിലും ലാൻഡ് സ്ലൈഡിങ് ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊന്നും തീരെയില്ല. അപ്പോൾ ഇതിൻ്റെ പാറകളുടെ ഒരു വൈവിധ്യം, അതായത് ഈ ഭൂമിയുടെ കിടപ്പിൻ്റെ വൈവിധ്യം നമുക്ക് പല സ്ഥലത്തും നേരിട്ട് കാണാം. ചില സ്ഥലത്ത് അടുക്കടുക്കായിട്ട് ഉറച്ച പാറകളായിരിക്കും. പക്ഷെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉതിർന്ന് വീഴുന്ന മണ്ണും ഉരുളൻ കല്ലുകളുള്ള സ്ഥലം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന ധാരാളം മരങ്ങളൊക്കെ ഉള്ള ലാൻഡ് സ്ലൈഡിങ് ഒരിക്കലും ഉണ്ടാവാത്ത സ്ഥലങ്ങളായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അതായത് നമ്മൾ ഒരു 2008 ഞാൻ ആദ്യം ചാർധാം പോയത്. അതിനുശേഷം നമ്മൾ 2012, 13 മുതൽ എല്ലാ വർഷവും, മിക്കവാറും കൊറോണയ്ക്ക് ശേഷം 1-2 വർഷം പോയിട്ടില്ല കൊറോണ സമയത്ത്. അത് ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും പോകാറുണ്ട്. ഇപ്പോൾ എത്ര കാലം ഒരു എണ്ണം പറയുകയാണെങ്കിൽ എത്ര? അപ്പോൾ ചാർധാം മാത്രമായിട്ട് 12 തവണ പോയിട്ടുണ്ടാവും. പക്ഷേ ഹിമാലയത്തെ ചാർധാം അല്ലാതെ വാലി ഓഫ് ഫ്ലവേഴ്സ് പോയിട്ടുണ്ട്. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ, മറ്റ് സ്ഥലങ്ങൾ അൽമോറ, നൈനിറ്റാൾ, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഹിമാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഹിമാലയത്തിൻ്റെ ഈ പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മുൻകാലങ്ങളിൽ നിന്നും ഹിമാലയത്തിലെ സൗകര്യങ്ങൾ ഇപ്പോൾ എത്രമാത്രം മാറി എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മുമ്പ് 2010 മുമ്പ് പോയ ആളുകൾ കാണുന്ന ഹിമാലയ റൂട്ടുകളല്ല ഇപ്പോഴുള്ളതെന്നാണ്. അന്ന് വളരെ ഇടുങ്ങിയ വഴികളും മാത്രമല്ല പലപ്പോഴും ഗേറ്റുകളായിരുന്നു. ഇപ്പോൾ ജോഷിമഠിൽ ഒരു ഗേറ്റാണ്. ആ ഗേറ്റ് രാവിലെ കൃത്യസമയത്ത് തുറക്കും. എത്ര മണിക്ക്? 8 മണിക്കാണ്. 8 മണിക്ക് തുറക്കും. ആ സമയത്ത് കോൺവോയ് അടിസ്ഥാനത്തിൽ മാത്രം വാഹനം ഒരു ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടും ഗേറ്റ് ഉണ്ട്, ഇത്ര മണിക്ക് മാത്രം. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. റോഡ് നല്ല രീതിയിൽ വീതി കൂട്ടി. ഈ ധാരാളം സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങൾ സുരക്ഷാ മതിലുകൾ വന്നു. ഗാബിയോൺ മെത്തേഡ് വെച്ചിട്ട് വലിയ രീതിയിലുള്ള വലിയ വലകൾ വെച്ച് റോഡുകൾ അങ്ങനത്തെ സ്ഥലങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും പൊതുവേ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്ന സ്ഥലങ്ങളെ നല്ല രീതിയിൽ അവിടുത്തെ സംവിധാനം, പ്രത്യേകിച്ചും BRO, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന നല്ല രീതിയിലത്തെ പ്രവർത്തനം, അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഫണ്ട്, എനിക്കൊന്ന് കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള ഫണ്ടാണ് ഹിമാലയത്തിൻ്റെ ഈ ചാർധാം റൂട്ടിലുള്ള റോഡ് വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ട് ഇത് നമുക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് ഹിമാലയത്തിലുടനീളം യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിട്ട് 2 കാലാവസ്ഥയിലാണല്ലോ നമ്മൾ പോവുക. ചാർധാം യാത്ര നടത്തുന്ന കാലം ഏതാണ്? അത് മെയ് ആദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. മെയ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം ദീപാവലി വരെയാണ് ഇതിന് കാലയളവുള്ളത്. അപ്പോൾ ദീപാവലി വരെയുള്ള ഈ കാലയളവിനകത്താണ് പോവുക. പക്ഷേ പൊതുവേ നമുക്ക് ജൂലൈ പകുതിയോടുകൂടി മഴ ആരംഭിക്കും. ജൂലൈ ചിലപ്പം ജൂലൈ ആദ്യം മുതലേ ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് ആഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ 10 വരെ 15 വരെയൊക്കെയാണ് മഴയുടെ ശരിക്കുള്ള കാലാവസ്ഥ. പക്ഷേ
ഹിമാലയത്തിലെ കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരിക്കലും ആർക്കും ഇതായിരിക്കും ഹിമാലയത്തിലെ കാലാവസ്ഥ, നിങ്ങൾ വരൂ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും മാറാം. അവിടെ താഴ്വാരത്ത് നിന്ന് വരുന്ന കാറ്റിനനുസരിച്ച് മാറാം. അവിടെ വരുന്ന പലതരത്തിലുള്ള വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഹിമാലയത്തിലെ കാലാവസ്ഥ പറഞ്ഞാൽ എപ്പോഴും മഴ പെയ്യാം. പക്ഷേ താരതമ്യേന മഴയില്ലാതെ പോകാൻ പറ്റുന്ന സമയം ഒന്ന് ജൂൺ വരെ, മെയ് മുതൽ ജൂൺ വരെ. പിന്നെ സെപ്റ്റംബറിൻ്റെ പകുതിക്ക് ശേഷം മുതൽ ഒക്ടോബറിൽ അടയ്ക്കുന്നത് വരെ, ഒക്ടോബർ ലാസ്റ്റോടുകൂടി അടയ്ക്കും. അതുവരെ ആ ഒക്ടോബർ സമയം പൊതുവേ സേഫാണ്. ആദ്യ പാദവും ഏകദേശം സേഫാണ്. മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കാം, മഴ വരുന്ന മാറി വരാം. ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും നമുക്ക്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആൾക്കാർ ചാർധാം പോകുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അതായത് നമ്മൾ പൊതുവേ ഇപ്പം ഞങ്ങൾ കൊണ്ടുപോകുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് നമ്മൾ ഫ്ലൈറ്റിലോ ട്രെയിനുകളിലായിട്ടോ ആളുകൾ ഡൽഹിയിലെത്തുന്നു. മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾ ഹരിദ്വാർ നിന്നായിരുന്നു ബസ് എടുത്തിരുന്നത്. 27 സീറ്റുള്ള ബസ്സുകൾ മാത്രമേ മേലേക്ക് പോകുള്ളൂ. വലിയ ബസ്സുകൾ മേലേക്ക് അനുവദനീയമല്ല, പോകാനും പറ്റില്ല. പല സ്ഥലത്തും ബുദ്ധിമുട്ടായിരിക്കും. അത് മുമ്പ് കാലങ്ങളിൽ ഹരിദ്വാറിന് ബസ് എടുക്കുന്ന സമയത്തുള്ളൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അവിടുത്തെ ബസ്സുകളൊക്കെ പഴയ ബസ്സുകളായിരിക്കും. അപ്പോൾ അവിടുത്തെ റോഡുകളും വളരെ മോശമാണ്, പോകുന്ന ബസ്സുകളും മോശമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ വളരെ ഒരു ദയനീയ അവസ്ഥയിലേക്കായിട്ട് മാറും. കാരണം റോഡുകൾ മോശം, അതിന് പുറമെ വളരെ മോശമായിട്ടുള്ള വണ്ടി. അന്ന് ഈ എയർ സസ്പെൻഷൻ വണ്ടികളൊന്നുമില്ല, വലിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാട്ടം എന്ന് പറഞ്ഞാൽ വലിയ ചാട്ടമായിരിക്കും. അപ്പം ഡ്രൈവർമാർക്കും അങ്ങനെ മെല്ലെ എടുക്കാനൊന്നും പറ്റില്ല. അവരെന്ത് ചെയ്യും, ഒറ്റ ഫ്രണ്ട് ഒന്ന് മെല്ലെ ചാടിക്കും, പിന്നെ ബാക്ക് അവർ നോക്കുന്നേ അറിയില്ല. അതിന് ധാരാളം ഡ്രൈവർമാരായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. വലിയ ഇഷ്യൂ ഉണ്ടായി. അത് കാരണം വെച്ചാൽ നമുക്കിവിടെ നല്ല റോഡിലൂടെ ഓടി ശീലിച്ചിട്ട് അവിടെ എത്തുമ്പോൾ പല ആൾക്കാർക്ക് അത് പോയി ബുദ്ധിമുട്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ട്. കാരണം അത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടില്ല, വീഡിയോകളെ കണ്ടിട്ടുള്ളൂ. ഈ നമ്മുടെ ചുരം പോലത്തെ സ്ഥലത്തൂടെ പോകുമ്പോൾ അപ്പുറത്ത് കൊക്ക പോലത്തെ സ്ഥലമാണ്, വീണാൽ പൊടി പോലും. മുൻകാലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോകുന്ന സമയത്തിന് അതിഭീതിതമായ ദൃശ്യങ്ങളാണ്. കാരണം വാഹനം ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ കൂടെ വന്ന ഒരാൾ പെട്ടെന്ന് ബസ്സിൻ്റെ അകത്തുനിന്ന് അലർച്ച കേട്ട് ഞങ്ങൾ നോക്കി എന്താണെന്ന്, എന്ത് സംഭവിച്ചു. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ആൾ പറയാണ്, ഒന്നും സംഭവിച്ചതല്ല, നമ്മുടെ ബസ്സിൻ്റെ ഒരു ടയർ പുറത്ത് ആണുള്ളത്. ആലോചിച്ചോണം. അതായത് ബസ് ഇങ്ങനെ ടേണിങ് വരുന്ന സമയത്ത്, ട്രെയിനിങ് അത്രയും സ്ഥലമുള്ളൂ, നമ്മൾ ടേണിങ് വരുന്ന സമയത്ത് ബാക്ക് ഡബിൾ വീലാകുന്നുണ്ടാവുക. ഒരു വീല് മാത്രമേ അകത്തിടൂ, ഒരു വീല് പുറത്ത്. ഇദ്ദേഹം ഇങ്ങനെ താഴെ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് കാണാം. വളരെ താഴ്വാരങ്ങളിൽ എവിടെയോ അഗാധങ്ങളിൽ ഈ ലോറി, എപ്പോഴോ വീണ കാറൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. അങ്ങനെ പലപ്പോഴും കേട്ടിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ വീഴുന്ന വാഹനങ്ങൾ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതിൽ പോകുന്ന മനുഷ്യനെ എടുക്കാറില്ല എന്നാണ് കേട്ടത്. എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലങ്ങൾ ധാരാളം ഞങ്ങൾ കണ്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ഇന്നിപ്പോഴും ഈ ഒരു അവസ്ഥ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ, ഇതായിരുന്നു മുൻപ് റോഡ് എന്ന നിലയ്ക്ക് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇതിന് കെട്ടിയുള്ള ബാരിക്കേഡിന് വലിയ ഇരുമ്പിൻ്റെ റെയിലുകളാണ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവുക. ആ റെയിലുകൾ അങ്ങനെ ശൂന്യതയിൽ നിൽക്കുന്ന ധാരാളം കണ്ടിട്ടുണ്ട്. അതായത് ഈ റോഡ് പോയിട്ടാണ്, അവിടെ മുമ്പ് വാഹനം പോയിരുന്ന റോഡ് അങ്ങനെ തന്നെ പോയി എന്നാണ് അർത്ഥം. ചേരല് മണ്ണുണ്ടാവില്ല, ഒന്നായിട്ട് അങ്ങനെ മേലെ നിന്ന് ലാൻഡ് സ്ലൈഡ് ഒന്ന് ഈ റോഡ് അടക്കം പോയി. പിന്നീട് പുതിയ റോഡ് ഉണ്ടാക്കാൻ പോയത്. ഞങ്ങൾ പലപ്പോഴും മുമ്പൊരു യാത്രയിൽ ഒറ്റ കല്ല് താഴെ വീണിട്ട് 6 മണിക്കൂർ 7 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഒറ്റ കല്ല് വീണു. ഒരൊറ്റ കല്ല് മുന്നിൽ ഇങ്ങനെ കിടക്കുന്നു. വാഹനങ്ങളുടെ നീണ്ട നിരകൾ നമുക്ക് കാണാം രണ്ടു ഭാഗത്തേക്കും. അങ്ങനെ പക്ഷേ ഈ കല്ല് മാറ്റാൻ JCBക്ക് മാറ്റാൻ പറ്റാത്ത കല്ല് ആലോചിച്ചോ, അത്രയും വലിയ കല്ലാണ്. അപ്പം വലിയ പ്രൊക്ലൈൻ, വലിയ വീലുള്ള ബെലാറ്റുള്ള വണ്ടി പറഞ്ഞുകൊണ്ട് പ്രൊക്ലൈൻ വന്നിട്ട് വേണം ഇത് മാറ്റാൻ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അത് വളരെ ദൂരെ നിന്ന് വരണം. എല്ലാ ജംഗ്ഷനുകളിലും JCBകൾ ഉണ്ടാവും. പക്ഷേ ഈ സാധനം എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കോണമെന്നില്ല. അപ്പം അന്ന് സൗകര്യം കുറവാണ്. ഇന്ന് പക്ഷേ കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ട്. കാരണം കൂടുതലായിട്ടും ഇപ്പം നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലേക്കും അതേപോലെ ഹിമാലയത്തിലേക്കും ലഡാക്കിലേക്കും ഒക്കെ ഇപ്പം റോഡുകൾ വരുന്നുണ്ടല്ലോ. ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ. അതായത് നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് തന്നെ മുമ്പ് പോയവർക്ക് ഇപ്പം കാണുന്ന സമയത്ത് ശരിക്കും ബോധ്യപ്പെടും. മുമ്പൊക്കെ നമ്മൾ ഹിമാലയ യാത്ര എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പേടി സ്വപ്നം പോലെയായിരുന്നു പല സ്ഥലത്തും റോഡിൽ എങ്ങനെ പോകുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ബദ്രീനാഥ് പോയ സമയത്ത് വളരെ നല്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ബസ് എടുക്കുന്നത്? അപ്പോൾ ഹരിദ്വാറിൽ നിന്നായിരുന്നു മുമ്പ് ബസ് എടുത്തിരുന്നത്. പക്ഷേ ഡൽഹിയിൽ നിന്നാണ് ബസ് എടുക്കുന്നത്. അതിന് കാരണം നമുക്ക് പുതിയ ബസ്സുകൾ കിട്ടും. ഡൽഹിയിൽ 15 വർഷം കഴിഞ്ഞ ബസ് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ എപ്പോഴും കിട്ടുന്ന നല്ല ബസ്സായിരിക്കും. അപ്പോൾ നല്ല വാഹനത്തിൽ ഡൽഹിയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൊതുവേ പോകുന്ന 40-45 പേരാണ്. അപ്പോൾ 2 വാഹനങ്ങളിലായിട്ടാണ് പോവുക. അപ്പോൾ ഡൽഹിയിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് നമ്മളെ ആ ബസ്സാണ് പിന്നെ ത്രൂ ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരെ ഹരിദ്വാറിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉച്ചയോടുകൂടി ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ നമ്മൾ ബസ്സിൽ നിന്ന് നേരെ ഹരിദ്വാറിൽ പോകുന്നു. നമ്മുടെ ഹോട്ടലിൽ അവിടെ താമസിക്കുന്നു. താമസിച്ചതിന് ശേഷം രാവിലെ നമ്മൾ അവിടെ ഉത്തരാഖണ്ഡിലേക്ക് ആർക്ക് പ്രവേശിക്കണമെങ്കിലും ഇതേ ചാർധാമിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ ഇപ്പോൾ നിർബന്ധമാണ്. നമ്മളെല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു ID തരും. അത് ബയോമെട്രിക് ആണ്. അത് ഋഷികേശിന് ധാരാളം കൗണ്ടറുകളുണ്ട്. നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ മുൻകൂട്ടി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ കാർഡ് നിർബന്ധമാണ്.
ആധാർ കാർഡുമായിട്ട് ഋഷികേശിലുള്ള ഈ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ബയോമെട്രിക് നമ്മളെ ഫോട്ടോ എടുത്ത് അവർ ഒരു കാർഡ് നമുക്ക് തരും. അതൊരു QR കോഡുള്ള കാർഡാണ്. ഈ കാർഡ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ 4 ധാമുകളിലും തൊഴാൻ പറ്റുള്ളൂ. അവിടെ പോകുന്നതിന് മുമ്പ് കൗണ്ടറിൽ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മുടെ പാസ് എവിടെയെന്ന് ചോദിക്കും. ആ പാസ് നമ്മൾ കാണിച്ചാൽ മാത്രമേ നമുക്കവിടെ കയറാൻ പറ്റൂ. അപ്പോൾ ഹരിദ്വാർ നേരെ ഋഷികേശിന്ന് മുൻകാലങ്ങളിൽ നമ്മൾ പോകുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ എങ്ങനെ എപ്രകാരമാണോ മനുഷ്യർ നമ്മൾ പോകുന്ന യാത്രക്കാർ രജിസ്റ്റർ ചെയ്യുന്നത്, അതേപോലെ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്യണം. അതിന് പുറമെ ഡ്രൈവർമാരും രജിസ്റ്റർ ചെയ്യണം. ആരൊക്കെ ഹിമാലയത്തിലേക്ക് കടക്കുന്നുണ്ടോ അവർ മുഴുവൻ സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് സർക്കാരിന് അവിടെ കൃത്യമായിട്ട് മനസ്സിലാവും എത്ര പേര് പോയിരിക്കുന്നു, അവരാരാണ്, അവരെന്താണ് അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ആധാർ എല്ലാം വെച്ചിട്ടാണ് നമ്മളെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അത് കാണുന്നതിന് ശേഷമാണ് നമ്മൾ ഋഷികേശ് വഴി നേരെ നമ്മൾ പിന്നെ ഏത് ഡാമിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, ചാർധാമാണ്. അതിനെന്തെങ്കിലും ഈ ചാർധാം വിസിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? അതായത് ഗംഗോത്രി അതെ, സാധാരണ രീതിയിൽ നമ്മൾ ഓർഡർ യമുനോത്രിയാണ് ആദ്യം പോകുക എന്നുള്ളത്. നോർമൽ ഓർഡർ യമുനോത്രി ആദ്യം പോകുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് യമുനോത്രി നേരെ നമ്മൾ ഗംഗോത്രി പോകുന്നു. ഗംഗോത്രിയിൽ നിന്ന് കേദാർനാഥ് വരുന്നു. കേദാർനാഥ് നമ്മൾ നേരെ ബദ്രീനാഥ് പോകുന്നു. ബദ്രീനാഥ് തിരിച്ചു പോരും. അപ്പോൾ ഇതാണ് യാത്രാ റൂട്ട്. പക്ഷേ ഇതാണ് റൂട്ടെങ്കിലും നമ്മൾ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഐതിഹ്യം പേറുന്ന വലിയൊരു നിരവധി കഥകൾ പറയാനുള്ള ഒരു ഭൂമിയിൽ കൂടിയാണ്. കേവലം ഒരു യാത്രയല്ല അത്. ഭഗീരഥൻ്റെ കഥ പറയാനുണ്ട്. ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കഥ അത് നമുക്ക് ഈ ഗംഗോത്രി പോകുന്ന സമയത്ത് നമുക്ക് കാണാം. അവിടെ ഭഗീരഥശില ഇപ്പോഴും ഉണ്ട്. അത് ഭഗീരഥി എന്നല്ലേ ശരിക്കും? ഭാഗീരഥി എന്നാണ് ഗംഗനെ അറിയപ്പെടുന്നത്. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അത് അവിടെ പോകുന്ന നമ്മൾ ഗംഗ എന്ന് മാത്രമേ സാധാരണ ഇപ്പോൾ മലയാളികളും ഈ ഭാഗത്തുള്ളവരും അവിടെ അറിയാത്തവരൊക്കെ ഗംഗ എന്ന് മാത്രമേ കേട്ടിട്ട് അവിടെ. പക്ഷേ ഗംഗയുടെ വിവിധ ഭാവങ്ങളെ നമുക്ക് ഹിമാലയത്തിൽ പോകുന്ന സമയത്ത് നേരിട്ട് അറിയാൻ പറ്റും. ഭാഗീരഥി ഉത്ഭവിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ ഗോമുഖെന്നാണ്. ഗോമുഖം ഉത്ഭവിച്ച് നേരെ ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായി ചേരുന്ന സമയത്താണ് ഗംഗയായിട്ട് മാറുന്നത്. അപ്പോൾ ദേവപ്രയാഗിലേക്ക് ഭാഗീരഥി അവിടുന്ന് ഒഴുകി വരുന്നു, ഗോമുഖം ഒഴുകി വരുന്നു. അങ്ങനെ ഒഴുകി വരുന്ന വഴിയിലാണ് വളരെ പ്രസിദ്ധമായ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെഹരി ഡാം. അവിടുന്ന് വരുന്ന സമയത്ത് ബിലങ്ക നദിയുമായിട്ട് ചേരും. ഭാഗീരഥിയും ബിലങ്കയും തമ്മിൽ ചേരുന്ന ആ പോയിന്റിൽ വെച്ചിട്ടാണ് തെഹരി ഡാം ഉള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ഭാഗീരഥി ഒഴുകി വരും. ഒഴുകി വന്നതിന് ശേഷം ദേവപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദയുമായി ചേർന്നിട്ട് അത് മഹാഗംഗയായിട്ട് ഒഴുകും. അങ്ങനെയാണ്. പക്ഷേ അതിന് ശേഷം ഈ അളകനന്ദ വരുന്നത് ബദ്രീനാഥ് നിന്നാണ്. ബദ്രീനാഥ് നിന്ന് പുറപ്പെടുന്ന ഈ അളകനന്ദ അതിൻ്റെ യാത്രാഘട്ടത്തിൽ വിവിധ നദികളുമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ, അതാണ് പഞ്ചപ്രയാഗുകൾ എന്ന് പറയും. ശരിക്കും 5 പ്രയാഗുകൾ അധികമുണ്ട്. പക്ഷേ പുരാണത്തിൽ പ്രസിദ്ധമായിട്ട് പ്രയാഗുകൾ 5 പ്രയാഗുകളാണ്. ചരിത്രത്തിൽ നമ്മൾ നേരിട്ട് കാണാമല്ലോ. അത് ദേവപ്രയാഗ് കഴിഞ്ഞാൽ അടുത്ത രുദ്രപ്രയാഗാണ്. രുദ്രപ്രയാഗിൽ വെച്ചിട്ടാണ് കേദാർനാഥിൽ നിന്ന് വരുന്ന മന്ദാഗിരിയും അളകനന്ദയും നമ്മൾ ചേരുന്നു. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് രുദ്രപ്രയാഗ്. അവിടെ രുദ്രനാഥ ക്ഷേത്രം. പ്രയാഗുകൾ എന്ന് പറയുന്നത് നദീ സംഗമ സ്ഥലങ്ങളെയാണ് പ്രയാഗുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രയാഗ്രാജ് കുംഭമേള നടന്ന സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഗംഗയും യമുനയും തമ്മിൽ യോജിക്കുന്ന അന്തർവാഹിനിയായിട്ട് സരസ്വതിയും നമ്മൾ യോജിക്കുന്ന അതാണ് പ്രയാഗ്രാജ്. അത് എല്ലാ പ്രയാഗുകളുടെയും രാജാവ് സ്ഥാനത്തിരിക്കുന്ന സ്ഥലമാണ് പ്രയാഗ്രാജ്. മഹാകുംഭമേളയാണ് പ്രശ്നം. പക്ഷേ ഇതൊക്കെ പ്രയാഗുകളാണ്. ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, അതേപോലെ തന്നെ വിഷ്ണുപ്രയാഗ്. അതാണ് 5. ഇതൊക്കെയാണ് 5 ഒന്ന് പറയാം. 5 പ്രയാഗുകൾ: ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, വിഷ്ണുപ്രയാഗ്. ഇതാണ് പ്രധാനപ്പെട്ട 5 പ്രയാഗുകൾ. ഇതിൽ ഓരോരോ സ്ഥലത്ത് വെച്ചിട്ട് ഓരോരോ നദികളുമായിട്ട് ഈ അളകനന്ദ സംഗമിക്കും. അങ്ങനെ ഇതിനെ മുഴുവൻ ഈ നദികളെ മുഴുവൻ ചേർത്ത് വന്നതിന് ശേഷമാണ് അളകനന്ദ ഇവിടെ വെച്ചിട്ട് ദേവപ്രയാഗിൽ വെച്ചിട്ട് ഭാഗീരഥിയെ ചേർക്കുന്നത്. അതിനുശേഷം പിന്നെ അളകനന്ദ ഇല്ല, ഭാഗീരഥി ഇല്ല, ഗംഗ മാത്രമേ. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ആ ഒരു നദീപ്രവാഹങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ടാണ്, ഈ പ്രയാഗുകളെ മുഴുവൻ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഹിമാലയ യാത്ര തുടരുന്നത്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗംഗോത്രിയുടെ മേൽഭാഗത്ത് മുഴുവൻ തപോവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതൽ തന്നെ അതിന് തപോവൻ എന്നുള്ള പേര് കൊടുത്തു. തപോവൻ എന്നുള്ള പേര് കൊടുക്കാനുള്ള നിസ്സാരമല്ല. നമ്മളെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള തപോവന സ്വാമികളുടെ പേരിലാണ്. അതായത് ചിന്മയാനന്ദ സ്വാമികളുടെയും ഗുരുനാഥനായിരിക്കുന്ന തപോവന സ്വാമികളുടെ പേരിലാണ് ആ സ്ഥലം മുഴുവൻ അറിയപ്പെടുന്നത്. മലയാളിയുടെ പേരിലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തപോവന സ്വാമികൾ ആ പ്രദേശത്ത് ജീവിച്ച് അതിനെക്കുറിച്ച് ഹിമഗിരി വിഹാരം പോലുള്ള അതിഗംഭീരമായിട്ടുള്ള പുസ്തകം എഴുതി. ഈശ്വര ദർശനം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ അത്രയും ആ പ്രദേശത്തെ മുഴുവൻ വലിയൊരു സമൂഹത്തെ സ്വാധീനിച്ചുള്ള വലിയൊരു ആധ്യാത്മിക ആചാര്യനായിരുന്നു തപോവന സ്വാമികൾ. ഇപ്പോൾ തപോവന സ്വാമികളെ പറ്റി പറഞ്ഞല്ലോ. ഈ യാത്രകളിൽ 12 പ്രാവശ്യം പോയി. അദ്ദേഹത്തിൻ്റെ ആശ്രമം
വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാം. അതായത് ഉത്തരകാശിയിലാണ് ചിന്മയ മിഷൻ്റെ ആശ്രമമുള്ളത്. ചിന്മയ മിഷൻ്റെ ആശ്രമത്തിൽ പിന്നെ ആദ്യം ഉത്തരകാശിയിലായിരുന്നു തപോവന സ്വാമികളുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് പിന്നെ ചിന്മയാനന്ദജി തപോവന സ്വാമികളെ കാണുന്നത്. പക്ഷേ തപോവന സ്വാമികൾ അവിടെ മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം അദ്ദേഹം ഗംഗോത്രിയിൽ ധാരാളം കാലം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഗംഗോത്രിയിലെ ആശ്രമത്തിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ ഒരു ആശ്രമമുണ്ട്, നല്ല ചെറിയൊരു ആശ്രമമാണ്. പക്ഷേ ഇപ്പോഴും ചിന്മയ മിഷൻ്റെ ഉത്തരകാശിയിലെ ആശ്രമം വലിയ സംവിധാനമായിട്ട് വളർന്നു. ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ അവിടെ താമസിക്കുകയും പഠനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന വലിയൊരു ആശ്രമ കേന്ദ്രമായിട്ട് ഉത്തരകാശിയിലെ ചിന്മയ മിഷൻ്റെ കേന്ദ്രം വളർന്നിട്ടുണ്ട്. പക്ഷേ ഗംഗോത്രിയിലത് ഇപ്പോഴും കുറച്ചുകൂടി മാറ്റം വരുത്തി ചെറിയൊരു കുടിയാണ്. തപോവൻ കുടി എന്നാണ് അതിൻ്റെ പേര്. കുടി മീൻസ് വളരെ ചെറിയൊരു ആശ്രമമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിപ്പോഴും ചെറിയ രീതിയിൽ റിനോവേറ്റ് ചെയ്ത് മാറ്റും. അവിടെ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. ആ സ്വാമിജി ഇപ്പോൾ സമാധി. അതിനുശേഷം അതിന് ട്രസ്റ്റ് ഏറ്റെടുത്തിട്ട് അതിന് നല്ല രീതിയിൽ മാറ്റം വരുത്തി നല്ല മനോഹരം അപ്പോൾ നല്ല രീതിയിൽ സൗകര്യം ചെറിയൊരു മ്യൂസിയം ഒക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ധാരാളം ആചാര്യന്മാർ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നതാണ് ചിന്മയാനന്ദജിയും അതേപോലെ തപോവന സ്വാമികളൊക്കെ. പക്ഷേ സ്വജീവിതം ഈ ധർമ്മത്തിന് വേണ്ടി സമർപ്പിച്ച അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനത്തിന് വേണ്ടി ആധ്യാത്മിക ജ്ഞാനത്തിന് വേണ്ടി സ്വജീവിതത്തെ സമർപ്പിച്ച് ഒരു തപസ് പോലെ സ്വീകരിച്ച നിരവധി ആചാര്യന്മാർ, നമ്മൾ അറിയാത്ത നിരവധി ആചാര്യന്മാരുടെ തപോഭൂമിയാണ് ഈ പ്രദേശമൊക്കെ തന്നെ എന്നാണ് അത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അതായത് സന്യാസി ശ്രേഷ്ഠന്മാരും അതേപോലെ നമ്മുടെ മുനി ശ്രേഷ്ഠന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ 12 പ്രാവശ്യം പോകുമ്പോൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. 12 പ്രാവശ്യത്തിന് മേലെ ഈ യാത്രകൾ നടത്തിയല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും, അതായത് എന്താ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്നൊക്കെ പറയില്ല, അതായത് നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ, സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതെ, അത് യാത്രകളിലുടനീളം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് അത്ഭുതമായി സ്വാമിമാരെ നേരിട്ട് കാണുന്ന ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാരെ നമ്മൾ കാണുക, അനുഗ്രഹം വാങ്ങുക, യാത്രകളിലുടനീളം ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി ക്രൈസിസും ഹിമാലയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ആദ്യത്തെ ക്രൈസിസ് തന്നെ ആലോചിച്ചോളണം. ഞങ്ങൾ ആദ്യത്തെ ഹിമാലയ യാത്ര, ആദ്യത്തെ ഹിമാലയ യാത്ര അത് 18 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുമ്പോൾ. ആ ഹിമാലയ യാത്രയിൽ ഞങ്ങൾ ചാർധാം ഉണ്ടായിരുന്നു. ആ യാത്രയിൽ പൂജ്യ സ്വാമി ചിന്മയ മിഷൻ്റെ പൂജ്യ സ്വാമി അശേഷാനന്ദജി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സംബോധ് ഫൗണ്ടേഷൻ്റെ ഇപ്പോഴത്തെ ആചാര്യൻ, കേരള ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദജി, അവരൊക്കെ ഉള്ളൊരു യാത്രയായിരുന്നത്. 110 പേരുള്ള വലിയൊരു ഗ്രൂപ്പ് ആയിരുന്നുണ്ട്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ റൂട്ടിലായിരുന്നില്ല വന്നിരുന്നത്. ബദ്രീനാഥ് എന്നാണ് യാത്ര ആരംഭിച്ചത്. കാരണം ബദ്രീനാഥിൽ അശേഷാനന്ദജിയുടെ സപ്താഹം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അങ്ങനെ 4 ബസ്സുകളിലായിട്ട് ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി. അവസാനം യമുനോത്രിയിലെത്തി. യമുനോത്രിയിലെ ദർശനം, യമുനോത്രി 6 കിലോമീറ്ററാണ് മേലേക്ക് പോകാനുള്ളത്. എല്ലാവരും യമുനോത്രിയൊക്കെ ദർശനം നടത്തി തിരിച്ച് ബേസ് ക്യാമ്പിൽ അവരെ താമസിക്കും. ജാനകി ചട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. യമുനോത്രിയുടെ ബേസ് ക്യാമ്പിൻ്റെ പേര് ജാനകി ചട്ടി എന്നാണ്. അവിടെയാണ് താമസിക്കുക. അവിടെ പരിമിതമായ താമസ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അത് സീതാപൂരോ രാംപൂരിനെ പോലെ വലിയ സൗകര്യങ്ങളില്ല. മിതമായ സൗകര്യങ്ങൾ. ഒരു ഹോട്ടലിൽ ഇത്രയും വലിയ ഗ്രൂപ്പിന് ഒരിക്കലും താമസിക്കാൻ പറ്റില്ല. ഒരു 5-6 ഹോട്ടലുകളിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ രാവിലെ തിരിച്ചു പോരാട്ടോ. ഞങ്ങൾ പിന്നെ ഹരിദ്വാറിലേക്ക് തിരിച്ചു വന്ന് എല്ലാവരും തിരിച്ചു പോരാൻ നിൽക്കുക. രാവിലെ ഒരു അമ്മ വന്നിട്ട് ഞങ്ങളോട് പറയാണ്, എൻ്റെ കൂടെ കിടക്കുന്ന ആൾ എഴുന്നേൽക്കുന്നില്ല വിളിച്ചിട്ട്. ഈ രാവിലെ ഞങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണിക്ക് അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണം തിരിച്ച്. എങ്കിലും നമ്മൾ ഹരിദ്വാറിന് വൈകുന്നേരമാകുമ്പോഴേക്കും എത്തും. കാരണം അന്നത്തെ റോഡ് അത്രയും മോശമാണ്. അപ്പോൾ അമ്മ വന്ന് പറയാണ്, എൻ്റെ കൂടെ കിടക്കുന്ന ആൾ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നത്, ഒന്ന് വന്ന് നോക്കൂ. അപ്പോൾ ഞങ്ങൾ ഉടനെ ഓടിച്ചെന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ഓടിച്ചെന്ന് വിളിച്ചു നോക്കുന്ന സമയത്ത് ഇവർ അറിയുന്നേ ഇല്ല. അപ്പോൾ ഒന്നും കൂടി പരിശോധിക്കുന്ന സമയത്ത് അവർ മരിച്ചിട്ടുണ്ട്. ആദ്യത്തെ യാത്ര, ഫസ്റ്റ് യാത്രയിലാണ്. അപ്പം മരിച്ചിട്ടുണ്ട്. അപ്പോൾ പരിശോധിക്കുമ്പോൾ സംഗതി ബോധ്യപ്പെട്ടു. അപ്പോഴേ സ്വാമിമാരെ കുറിച്ച് സ്വാമിമാർ വന്ന് നോക്കുന്ന സമയത്ത് മരിച്ചു. എപ്പോഴാണ് മരിച്ചതെന്നും മനസ്സിലായില്ല. പക്ഷെ അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ ഈ 4 ധാമുകളും കഴിഞ്ഞു രാവിലെ പുറപ്പെടാൻ വേണ്ടിയിട്ട് അവർ തലേ ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച്, ശരിക്കും അവർക്ക് ഇനി രാവിലെ കുളിക്കേണ്ടതൊന്നും കാര്യമില്ല. അത്രയും ഒരുങ്ങിയിട്ടാണ് കിടക്കുന്നത്. അവർക്ക് ഡ്രസ്സ് പല്ല് തേച്ച് പോരേണ്ട പണി മാത്രമേ ഉള്ളൂ. അത്രയും കൃത്യമായിട്ട് ഒരുങ്ങി കിടക്കുന്ന ഒരു അമ്മ. ബോംബെയിൽ താമസിക്കുന്ന ബോംബെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മലയാളി സ്ത്രീയാണ്. അവർ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ ബോംബെയിൽ നിന്ന് വേറെ ആളുകളുണ്ട്, അവരെ ഫാമിലിയിൽ നിന്ന്. പക്ഷേ അവർ മാത്രമേ. അപ്പോൾ കൂടെയുള്ള അമ്മ പറഞ്ഞു, എനിക്കവരെ അറിയാം, പിന്നെ ഞങ്ങൾക്കും പരിചയമുണ്ട്. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ കുറച്ചൊരു അങ്കലാപ്പായി. അപ്പോൾ ഞങ്ങൾ ഉടനെ തീരുമാനം എടുത്തു, യാത്രയിലെ മറ്റാൾക്കാരോടൊന്നും പറയട്ടെ. കാരണം എല്ലാവർക്കും ഒരാൾ മരിച്ചു അറിയുന്ന സമയത്ത് എന്തെങ്കിലും പരുക്ക് പറ്റിയതുപോലെയല്ല മരിക്കുന്നത്. അതൊരു വല്ലാത്ത രീതിയിൽ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആരോടും പറയേണ്ടെന്ന് തീരുമാനിച്ചു. ആകെ ഒരു 4-5 പേര് മാത്രം, ഞങ്ങളും അതിന് പുറമെ രാത്രിക്ക് 1-2-3 പേര് അറിയുന്ന രീതിയിൽ ഞങ്ങളത് പ്ലാൻ ചെയ്തു. ബോംബെയിൽ നിന്ന് തന്നെ വന്ന വേറെ 2 അമ്മമാരുന്നു, വളരെ ബോൾഡായിട്ടുള്ള, എന്തിനും നല്ല ധൈര്യമുള്ള 2 അമ്മമാർ. ആ അമ്മമാർ പറഞ്ഞു, ഞങ്ങൾ ഏറ്റു. പക്ഷെ വലിയൊരു പ്രശ്നമുണ്ട്. ഒരിക്കലും യാത്രാ വാഹനങ്ങളിൽ മരിച്ച ശരീരം ബോഡി കൊണ്ടുവരാൻ പാടില്ല. അതാണ് നിയമമാണത്.
അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ആംബുലൻസ് കിട്ടാനില്ല, മറ്റൊരു വാഹനം കിട്ടാനില്ല, പോകുന്ന ആളുകളുടെ വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ അങ്ങനത്തെ ഒരു ടൗൺഷിപ്പേ അല്ല അത്. അപ്പോൾ ഉടനെ ഞങ്ങൾ ഈ വണ്ടിയുടെ ഓണറായിട്ട് ബന്ധപ്പെട്ടു. റിസ്ക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റിസ്ക് ആണെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗമില്ല, അതിൻ്റെ ബാധ്യത ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങൾ ആ ബസ്സിൽ തന്നെ എങ്ങനെയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. പക്ഷെ മറ്റാളുകൾ അറിയാൻ പാടില്ല. അപ്പോൾ ഈ 2 അമ്മമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വയ്യാത്ത ആളുകൾക്ക് ഞങ്ങളുടെ മടിയിൽ വെച്ച് കിടക്കാം. അപ്പം അതൊരു നല്ല ധൈര്യമാണ്. കാരണം മരിച്ച ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ബോഡി എന്നാണല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പറയുക. മരിച്ചു കഴിഞ്ഞാൽ ബോഡി എന്നാണല്ലോ പറയുക. പിന്നെ ആ വ്യക്തി ഇല്ലല്ലോ. അത് മടിയിൽ വെച്ച് എത്ര മണിക്കൂർ ഇരിക്കണം? അതെ. 5-8 മണിക്കൂർ ഇരിക്കണം, എങ്കിലേ ഹരിദ്വാറിൽ എത്തുള്ളൂ. അപ്പോൾ മേലെ തണുപ്പാണ്, യമുനോത്രി നല്ല തണുപ്പാണ്. പക്ഷേ താഴേക്ക് വരുന്നതിനോക്കണം മെയ് മാസമാണ്, ചൂട് കൂടി വരും. ഈ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും മരിച്ച ശരീരത്തിൽ. എപ്പോൾ മരിച്ചത് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ 2 അമ്മമാർ ആ കാര്യം ഏറ്റെടുത്തു. അവരെ മടിയിൽ വെച്ച് കിടത്തിയിട്ടാണ് ഞങ്ങൾ ഹരിദ്വാറിൽ എത്തുമ്പോഴേക്കും എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇത് വലുതായി ശരീരം. കാരണം 5-6 മണിക്കൂറോളം നമുക്ക് ചൂടുള്ള സ്ഥലങ്ങളിൽ വേണം യാത്ര ചെയ്യാൻ, തണുപ്പ് പോയി. അപ്പോൾ അത് ആകുമ്പോഴേക്ക് ശരീരം വലുതായി. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് അഴിച്ച് എടുത്തിട്ടാണ് ഞങ്ങൾ ബോഡി പുറത്തേക്ക്. അത് മറക്കാനാവാത്ത മറ്റൊരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ മക്കളെ ബോംബെയിൽ നിന്ന് അപ്പോഴേ അവർ വന്നു, ഫ്ലൈറ്റിൽ വന്നു, ഡെറാഡൂണിൽ വന്നിട്ട് അവർ ഹരിദ്വാറിലെത്തി. അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് കേരളത്തിലേക്ക് ബോംബെയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്വാമിമാരോട് സംസാരിച്ച അടിസ്ഥാനത്തിൽ അവർക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഈ 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഹരിദ്വാറിൽ ഗംഗയുടെ കരയിൽ അവരുടെ സംസ്കാരം നടത്തി. ഇത് ഒരു യാത്രയിൽ ആദ്യത്തെ അനുഭവമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു യാത്ര നമ്മൾ ആരംഭിക്കുന്ന ആദ്യത്തെ യാത്രയിൽ തന്നെ ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്ന സമയത്ത് അതിന് എക്സ്ട്രീമാണ്. ഒരു യാത്രയുടെ എക്സ്ട്രീമാണ് മരണം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല. അതെ. നമ്മളിപ്പോൾ ഒരു യാത്ര കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ബുക്ക് ചെയ്ത ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ, കാരണം ഈ യാത്രയിൽ 10 ദിവസം ആയിക്കോട്ടെ, 15 ദിവസം ആയിക്കോട്ടെ, അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. അതെ. പക്ഷേ നമ്മൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും എന്താ ഒരു വാഹനം മറിഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് സമാധാനം മതില്ല. കാരണം പക്ഷേ അതിൽ ആ വലിയ റെസ്പോൺസിബിലിറ്റി, കാരണം നമ്മൾ വേണം അതിലെ ബാക്കി കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യും. അതൊരു ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വമാണ്. കാരണം അടുത്ത നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ. പക്ഷേ അതിനെയാണ് യാത്രയുടെ ത്രില്ലോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു യാത്രാ സംഘാടകർ എന്നുള്ളത് എനിക്ക് നമ്മൾ എന്തിനും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കും. അതിൽ പിന്നീട് ഞങ്ങൾ ഒരുപാട് പാഠം പഠിച്ചു. പിന്നീട് ഞങ്ങൾ യാത്രക്കാരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യാത്രയിൽ നമ്മളുടെ സങ്കല്പം വലിയൊരു ശക്തിയാണ്. നമ്മളെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടില്ലേ? അപ്പോൾ നമ്മൾ എന്താണോ അത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ സങ്കല്പിക്കാനേ പാടില്ല. നമ്മളെ ചിന്തകൾക്ക് പോലും വലിയ സ്വാധീനമാണ്, പ്രത്യേകിച്ച് ഹിമാലയ യാത്രയിൽ. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇപ്പോൾ യാത്രക്കാരോട് പറയും, നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും എന്ന് നിങ്ങൾ സങ്കല്പിക്കണം എന്ന് ഞങ്ങൾ യാത്രയിൽ ഉടനീളം പറയും. പക്ഷേ പിന്നീട് വന്ന യാത്രകളിലൊക്കെ ഈ സങ്കല്പത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയ ഹിമാലയ യാത്ര, അത് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു യാത്രയായിരുന്നു. ആ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള യാത്രയിൽ ഞങ്ങൾ ഹരിദ്വാറിലെത്തി. അവിടെ നിന്നൊരു ബ്രീഫിംഗ് നടത്തും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് പോകേണ്ട ബസ്സിലെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹിമാലയത്തിലേക്ക് പോകുന്ന ഈ ദിവസങ്ങളിൽ നല്ല മഴയാണ്, ഇന്നലെ വരെ കനത്ത മഴയാണ്, ബദ്രീനാഥ് റൂട്ടിൽ മണിക്കൂറുകൾ ബ്ലോക്കാണ്, ഒരിക്കലും നിങ്ങൾക്ക് പോകാൻ എപ്പോഴാണ് നമ്മൾ എത്തുകയെന്നും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് പോവാം, പക്ഷെ എപ്പോഴെത്തുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരിക്കലും നമുക്ക് യാത്രക്കാരോട് പറയാൻ പറ്റില്ല. യാത്രക്കാരെ ഞങ്ങൾ രാവിലെ വിളിച്ചു. ഇത് ഞങ്ങൾ അവരോട് പറഞ്ഞു, നമ്മളുടെ യാത്ര ചെറിയ മഴയൊക്കെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചോളണം, നമ്മളെ യാത്രയിൽ യാതൊരു തടസ്സവുമില്ല. നമ്മൾ പോകുന്ന വഴികൾ വളരെ സുഗമമായിരിക്കും. നമുക്ക് ഒന്നും തടസ്സമായി വരുന്നില്ല. നിങ്ങളെല്ലാവരും ഉറപ്പിച്ചോളണം. എല്ലാവരും മനസ്സിൽ ഈ ഒരു സങ്കല്പവും ഈ ഒരു ആക്രമണം വേണം എന്ന് പറഞ്ഞു. ശരിക്കും ഞങ്ങൾ അത്ഭുതമായിപ്പോയി. 12 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നവരെ മഴ പെയ്തതേ ഇല്ല. മാത്രമല്ല ഞങ്ങൾ ആ യാത്രയിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് എല്ലാവരും പോകുന്നതല്ല, ഹിമാലയത്തിൽ പോകുന്ന ഈ ചാർധാം പോകുന്ന എല്ലാവരും പോകുന്ന സ്ഥലമല്ല വാലി ഓഫ് ഫ്ലവേഴ്സ്. വാലി ഓഫ് ഫ്ലവേഴ്സ് കുറച്ച് ഉള്ളോട്ട് പോകണം. 12 കിലോമീറ്റർ ഗോവിന്ദഘട്ട്, അതായത് ബദ്രീനാഥ് റൂട്ടിൽ ജോഷിമഠ് കഴിഞ്ഞാൽ ഗോവിന്ദഘട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ഗംഗാറിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 12 കിലോമീറ്ററാണ്. ഈ 12 കിലോമീറ്റർ ഒന്നുകിൽ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ നടന്നിട്ട് പോകണം. ഹെലികോപ്റ്റർ ഉണ്ട്, പക്ഷെ അപൂർവമായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് മഴ പെയ്താൽ കഴിഞ്ഞു, അവിടെ ലാൻഡ് സ്ലൈഡിങ് വരാം. അപ്പോൾ പക്ഷേ ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് എവിടെയും മഴേൻ്റെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. റോഡ് ബ്ലോക്കായിട്ട് ഞങ്ങൾക്ക് എവിടെയും താമസിക്കേണ്ടി വന്നില്ല. ഇനി മറ്റൊരു അത്ഭുതം കൂടി ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ബദ്രീനാഥ് തൊഴുതിട്ടാണ് ഇവിടേക്ക് വരുന്നത്, ഗോവിന്ദഘട്ടിലെത്തിയിരിക്കുന്നത്. ഗോവിന്ദഘട്ടിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു 3 മണിയായി. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഇനി ആരും നടക്കുന്ന റിസ്ക് എടുക്കരുത്, എല്ലാവരും കുതിരപ്പുറത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞു.
പക്ഷേ കുറച്ച് പ്രായം യൂത്തായിട്ടുള്ള കുറച്ച് പേര് അവർ പറഞ്ഞു ഞങ്ങൾ നടക്കാം എന്ന് പറഞ്ഞു. അതുവരെ മുൻപ് കാണാത്ത വഴിയാണ്. ആർക്കും മുമ്പ് പോയിട്ട് നമ്മുടെ നാട്ടിലെ വഴിയാണ്, നമുക്ക് മുൻപ് പോയ പരിചയമുണ്ടല്ലോ. അതൊന്നുമില്ല, ഒരൊറ്റ ഇടിപ്പാത, നല്ല കയറ്റം നല്ല ഇറക്കം, അങ്ങനെ പോവുകയാണ്. അതിന് അരികിലൂടെയാണ് പുഷ്പവതി നദി എന്ന് പറഞ്ഞ നദിയുണ്ട്, പുഷ്പവതി. ആ നദി ഒഴുകി വന്നിട്ട് നളനദിയിൽ ചേരുന്ന അതുവഴി വെറുതെ അതിൻ്റെ കളകളാരവം അങ്ങനെ കേട്ടുകൊണ്ടാണ് യാത്ര. അതിമനോഹരമാണ് യാത്ര. നിറയെ പക്ഷികളാണ്, നിറയെ പക്ഷികളൊക്കെയാണ്. പക്ഷേ അവിടെ പല സ്ഥലത്തും ഒരു ബോർഡുണ്ട്, ബാലു പ്രഭാവിത് ക്ഷേത്ര, കരടി ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അവിടെയും ഇവിടെയും കരടി ഉണ്ട്, സൂക്ഷിച്ചോളന്നാണ് അതിന് ചുരുക്കം. അങ്ങനെ ഈ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ കുതിരകളാകുമ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് കുതിരകളില്ല, ആകെ 4-5 കുതിരകളായിരുന്നു. അപ്പോൾ കുറച്ച് പ്രായമുള്ള അമ്മമാരെ ഞങ്ങൾ ഈ കുതിരക്കപ്പുറത്ത് കുതിരപ്പുറത്ത് കയറി പോവാം, കയറ്റി വിട്ടു. അപ്പോൾ ഈ കുതിര അവിടെ ഗവൺമെൻറ് ആളുകളുണ്ട്. അവർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇത്രയും പേർക്ക് കുതിര കിട്ടണമെങ്കിൽ കുതിര മേലേന്ന് വരണം, ഞങ്ങൾ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങളൊന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും കുറച്ച് പേര് ഞങ്ങൾ നടക്കാമെന്ന് പറഞ്ഞിട്ട് ഈ യൂത്തായിട്ട് ആളുകൾ അവർ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുതിരയ്ക്ക് വെയിറ്റ് ചെയ്യണമെന്നല്ല. അപ്പോൾ വേണ്ട ഞങ്ങൾ നടന്നോളാം എന്ന് പറഞ്ഞു. 12 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ 3-3:30 ആയിട്ടേ ഉള്ളൂ സമയം. അങ്ങനെ ഞങ്ങൾ 20 കുതിരയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു 4-4:30 ആയപ്പോൾ മേലേന്ന് കുതിര താഴെ എത്തി. കുതിര ഓടി വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള ആളുകളും കിച്ചൺ ടീമുണ്ട് ഞങ്ങളുടെ കൂടെ. കിച്ചൺ ടീമിനെ ഞങ്ങൾ ആദ്യത്തെ കുതിരകളിൽ കയറ്റി വിട്ടു. ബാക്കി ഞങ്ങളും അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഒരു 4-5 കിലോമീറ്റർ പോയ സമയത്ത് ഈ ആദ്യം പോയ കുറേ നടന്നു പോയ ആളുകളിലെ ഏറ്റവും അവസാനമുള്ള 3 ആളുകളെ ഞങ്ങൾ കണ്ടു. അതിലൊരു ഒരു ഒരു പെൺകുട്ടി, ഒരു യൂത്തായിട്ടുള്ള ഒരാൾ, പിന്നെ അവരുടെ അച്ഛൻ ആണുള്ളത്. ഒരു 3 പേരും കൂടി നടക്കുന്നത്. അപ്പം ബാക്കിയുള്ളവർ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ വളരെ പിന്നിലാണുള്ളത്, ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴാണ് അവിടെ എത്തുന്നത്? ഞങ്ങൾ പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം പിന്നെ കുതിരകൾ ഇനി കിട്ടാനില്ല. കാരണം അവിടെയുള്ള കുതിരകൾ മുഴുവൻ ഞങ്ങൾ കയറി. പിന്നെ അവിടെ നിന്ന് രാത്രി കഴിഞ്ഞാൽ പിന്നെ കുതിര താഴേക്ക് പോയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് പോയ ഈ സമയത്താണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലായത്. പിന്നീട് പോകുന്നതിനേക്കുള്ള ചെങ്കൂത്തായ കയറ്റങ്ങളും വഴി ഇടുങ്ങി വരുന്നു, വലിയ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് പല സ്ഥലത്ത് റോഡുകളില്ല, വലിയ ഉരുളൻ കല്ലുകൾക്കിടയിൽ കൂടിയാണ് കുതിരകൾ പോലും ചാടിപ്പോകുന്നത്. മെല്ലെ സമയം ഇരുട്ടാവാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കുതിരേന് മേലെ ഇരുന്നിട്ട് അടുത്ത ആളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ആകുമ്പോൾ ഇവരെങ്ങനെ വരും? കയ്യിലുള്ളത് ആകെ ചെറിയൊരു മൊബൈൽ ഫോൺ മാത്രമാണ്, വേറെ ടോർച്ച് ആരുടെ കയ്യിലില്ല. മാത്രമല്ല കുറേ ദൂരം വരുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല. റേഞ്ച് ഇല്ലാതിരുന്ന മൊബൈൽ ഫോണിലെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് പോലും അവർക്കറിയാൻ യാതൊരു മാർഗവുമില്ല. ബാലു പ്രഭാവിത് ക്ഷേത്രം എന്നുള്ള ബോർഡുകൾ അവിടെയൊക്കെ തന്നെ ചിരിച്ചു നിൽക്കുന്ന കരടിയുടെ ചിത്രം കൊടുത്തിരിക്കും, മല്ലിളിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് പേടിയാവും ഈ കരടി ചിത്രം. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുതിരപ്പുറത്ത് പോകുന്ന ഞങ്ങൾക്ക് തന്നെ ഒന്നും കാണാൻ പറ്റാത്ത പരസ്പരം, കാരണം സ്ട്രീറ്റ് ലൈറ്റ് എന്നുള്ള സംഭവമേ ഇല്ല, കാരണം അവിടെ കരണ്ടില്ല. കരണ്ട് ജങ്കാറിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ജനറേറ്റർ പോലത്തെ സംവിധാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ദൂരം പോയപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു അങ്കലാപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ 8 മണിക്കാണ് ഞങ്ങൾ കുതിരപ്പുറത്ത് പോയാൽ എത്തുന്നതിനെ ആലോചിച്ചോളണം. 8 മണിക്കാണ് ഞങ്ങൾ തന്നെ എത്തുന്നത്, 8 മണിക്കാണ്. അപ്പോൾ ഉറപ്പായി ഇരുന്ന് പണി കിട്ടും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഓടിപ്പോയിട്ട് അവരെ കൂട്ടി വരാൻ പറ്റുന്ന സ്ഥലമല്ല. നമുക്ക് ഓടിപ്പോയിട്ട് അവരെയും കൂടി കൂട്ടി വരാം, അങ്ങനെ സംഭവമേ അവിടെ നടക്കില്ല. കാരണം അവിടെ എത്തുമ്പോൾ അങ്ങനെ ഓക്സിജൻ കുറവാണ്, അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ച് ക്ഷീണിക്കും. കുതിരപ്പുറത്താണെങ്കിൽ പോലും ക്ഷീണിച്ചു. അങ്ങനെ പിന്നീട് നേരത്തെ പറഞ്ഞ സങ്കല്പവും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് പിന്നുള്ളത്, ഇവർക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ അവിടെ എത്തണേ. കാരണം വേറൊരു മാർഗ്ഗവുമില്ല. പിന്നെയാണ് നേരത്തെ ശ്രീനാഥിനോട് ചോദിച്ചില്ലേ എന്തെങ്കിലും അത്ഭുതങ്ങൾ നിങ്ങൾ ഹിമാലയത്തിലായിട്ടുണ്ട്. പിന്നെയാണ് അത്ഭുതം സംഭവിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുതിരക്കാരൻ എപ്പോഴും 2 കുതിരകളെയും കൊണ്ടുവന്ന് നടക്കുക. ഒരു കുതിരക്കാരൻ 1 കുതിരേനും കൊണ്ട് നടക്കില്ല, ഒരു കുതിരക്കാരൻ 3 കുതിരേനും കൊണ്ട് നടക്കില്ല. 2 കുതിരക്കാരുണ്ടെങ്കിൽ 4 കുതിര ഉണ്ടാവും. ഒരു കുതിരക്കാരനാണ് 2 കുതിര, അങ്ങനെയാണ്. ഒരു കുതിരയ്ക്ക് ഒരാൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരിക്കലും നടുവിൽ നിന്നിട്ട്, കാരണം 2 ഭാഗത്തിട്ട് പോലെയാണ് ഈ മലയുടെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ 3 പേരാണ്. അതിൽ ഒരാൾ ആണെങ്കിൽ ആജാനബാഹുവാണ്. അപ്പോൾ അപ്പോൾ അങ്ങനെയും പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ചെറിയ കുതിര വരികയാണെങ്കിൽ ഒരിക്കലും നല്ല വെയിറ്റുള്ള ആൾ ഒരിക്കലും ഇവർ കയറ്റില്ല. കാരണം കുതിരയ്ക്ക് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുതിര നടുവിടിഞ്ഞു പോകും. അതുകൊണ്ട് അവർ ഒരിക്കലും കയറ്റാനേ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. 3 കുതിര തന്നെ വേണം. രണ്ടാമത് ഒരു കുതിര അതിൽ നല്ല സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആലോചിച്ച സമയത്ത് ഈശ്വര ഭഗവാൻ പരമേശ്വര അങ്ങ് തന്നെ മാത്രമേ തുടരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു, വേറെ ഒരു നിവൃത്തിയില്ല. അതിലാണ് അത്ഭുതങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞത്. പിന്നെ ഇവരോട് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ്. കുറച്ച് ഒരു 9, അപ്പോൾ 8 മണിക്ക് എത്തിയ ഞങ്ങൾ എല്ലാം ബാക്കി വന്നവർക്കൊക്കെ റൂം അലോട്ട് ചെയ്തിട്ട് ഞങ്ങൾ റോഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ചെറിയൊരു ടൗൺഷിപ്പ് ഗംഗാരി എന്ന് പറയുന്നത് 4 ഭാഗത്തും വലിയ ഉന്നതങ്ങളായ ഹിമശിഖരങ്ങൾക്ക് താഴെ ചെറിയൊരു ടൗൺഷിപ്പ്, വളരെ ചെറിയൊരു ടൗൺഷിപ്പ്. ഒരു 300, 400, 500 പേർക്ക് പ്രധാനമായിട്ട് അവിടെ താമസിക്കുന്നത് ഹേമകുണ്ട് സാഹിബിലേക്ക് പോകുന്ന സിഖുകാരാണ്.
അവരാണ് മെയിൻ, അവരുടെ മെയിൻ സെൻറ്ററുകളൊന്നാണ്. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ അവിടെ വരുന്നത് ഹേമകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞാൽ സിഖുകാരുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുരുദ്വാരയും അവിടെ വലിയൊരു തടാകവും ഉണ്ട്. അവിടെയാണ് ലക്ഷ്മണൻ തപസ് ചെയ്ത സ്ഥലമാണത്. ഹിന്ദു പുരാണമായിട്ടും പ്രസിദ്ധമാണ്. സിഖ് അത് ഗുരു ഗോവിന്ദ സിംഹൻ തപസ് ചെയ്ത സ്ഥലമാണ്. അങ്ങനെയൊക്കെ വളരെ പ്രസിദ്ധമായുള്ള ഒരു പൗരാണിക പ്രസിദ്ധമായ സ്ഥലമാണ് ഈ ഹേമകുണ്ട് സാഹിബ്. അവിടേക്ക് പോകുന്ന സിഖുകാരാണ് കൂടുതലും ഈ ഗംഗാരിയെ താമസിക്കുന്നത്. അപ്പോൾ ആ ആളുകൾക്ക് താമസിക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ മാത്രമേ ഈ ഗംഗാരിയിലുള്ളൂ. അപ്പോൾ ലൈറ്റ് കുറവാണ്, എല്ലാ സൗകര്യം കുറവാണ്, ചെറിയ ചെറിയ ഹോട്ടലുകളാണ്. അപ്പോൾ അവിടെ അതിനെ ചെറിയ ഇടുങ്ങിയ ഈ റോഡിന് മുകളിൽ ഞങ്ങളിങ്ങനെ കാത്തു ഇവർ വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ 3 പേരും കുതിരപ്പുറത്ത് 9:30 മണിയുണ്ടോ 3 കുതിരപ്പുറത്ത് ഇവർ വരുന്നത് ഞങ്ങൾ കാണുന്നത്. ആശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ണ് നിറയാന്ന് പറയില്ലേ, സകല ദൈവങ്ങളോട് നമ്മൾ നന്ദി പറഞ്ഞു ആ സമയത്ത്. അപ്പോഴാണ് ഞങ്ങൾ വിളിച്ചത് എന്താണ് സംഭവിച്ചെന്ന്. അപ്പോൾ ഇവർ കുറേ മുന്നോട്ട് പോകുന്ന സമയത്ത് തിരിച്ച് ഇവിടുന്ന് സർദാർജിമാർ ചിലരൊക്കെ താഴേക്ക് പോകുന്ന സമയത്ത് ഇവർ ചോദിച്ചു എന്താണ് ഇങ്ങനെ എത്ര ദൂരമുണ്ട്, ഇത്രയും ദൂരെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആദ്യം വന്നേരം കുറേ കളിയാക്കി, ആകെ ദോടാ അങ്ങനെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ കുറേ ദൂരം കഴിച്ച സമയത്ത് ഒരു സർദാർജി ഇവരോട് പറഞ്ഞു, നിങ്ങൾ വളരെ ഡേഞ്ചറിലാണ്, ഇനി നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ എത്തേണ്ട, കരടി ധാരാളമുള്ള സ്ഥലമാണ്, ഏത് സമയത്തിലും വന്യമൃഗങ്ങൾ വരാം, അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് പോകണം, കുതിര കിട്ടിയാൽ വേറെ ഒന്നും നോക്കണം, പെട്ടെന്ന് കയർപ്പം. അപ്പോൾ ഇവർക്ക് കൂടുതൽ പേടിയായി. കാരണം ഈ കുതിരകൾ പോയി കഴിഞ്ഞാൽ ഈ 3 പേര് മാത്രമാണ് ഈ കാടിന് നടുക്ക് ഈ ചെറിയ റോഡിലുള്ളത്. വല്ലാത്തൊരു വന്യമായ അന്തരീക്ഷമാണ്. നിറയെ നല്ല ഈ ദേവദാരു വൃക്ഷങ്ങളും പൈൻ മരങ്ങളും നിറഞ്ഞ വലിയ കാടാണ് 2 ഭാഗത്തും. അപ്പോൾ അതിലൊരു വല്ലാത്തൊരു നിശബ്ദത വരും, പ്രത്യേകിച്ച് സന്ധ്യാസമയത്തൊക്കെ. അപ്പോൾ ആ നിശബ്ദതയിൽ ഈ 2 പേര് മാത്രം ഇങ്ങനെ 3 പേര് മാത്രം നടന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉള്ളിൽ നിന്നൊരു അങ്കലാപ്പ് വരുമല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് കുതിരക്കുളമ്പടിയുടെ ആ സന്തോഷത്തിൻ്റെ നാദവും വരുന്നതിനെ കേൾക്കുന്നത്. അവർ ഞങ്ങളോട് കഥ പറയാണ്. അങ്ങനെ കേട്ട സമയത്ത് ഇപ്പോൾ 3 കുതിര വേണമല്ലോ, അന്നപ്പോഴുണ്ട് ഒരു കുതിരക്കാരൻ 3 കുതിരകളായിട്ട് വരുന്നത്. അതായത് നോർമലി ഒരിക്കലും വരുന്നല്ലേ 2 കുതിര ഉണ്ടാവുക, അല്ലെങ്കിൽ 4 കുതിര ഉണ്ടാവും. അത് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഗംഗാറിയെന്ന് ഗോവിന്ദഘട്ടിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന കുതിരക്കാരനായിരിക്കും മിക്കവാറും. അതെ, അവൻ ഒരിക്കലും അങ്ങനെ തിരിച്ചു വരുന്ന കുതിരക്കാരെ തിരിച്ച് ഗോവിന്ദഘട്ടിലേക്ക് തന്നെ, കാരണം അവൻ ആ ദിവസം 1 or 2 ട്രിപ്പ് ഓൾറെഡി എടുത്തതായിരിക്കും. കാരണം ഈ കുതിരക്കാരൻ നടന്നിട്ട് വേണമല്ലോ പോവാൻ. കുതിരകൾ തന്നെ അങ്ങനെ ഓടിച്ചാടി പോകുന്നുള്ളൂ. ഈ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഓൾറെഡി നടന്നു വന്ന സ്ഥലം ഈ 12 കിലോമീറ്റർ 1-2 തവണ നടന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് അവൻ ഇത്രയും കയറ്റം കയറി അങ്ങോട്ട് പോകാൻ ഒരിക്കലും സമ്മതിച്ചോളണമെന്നില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കുതിരയിൽ ഒരു കുതിര എന്തായിരിക്കണം, വലിയ കുതിരയായിരിക്കും. കാരണം ഈ ഒരാൾ വലിയ ആളാണ്, വലിയ ആളാണ്. അങ്ങനെ അതാണ് ഈ കണ്ടീഷനൊക്കെ മെറ്റിയാണ് ഒക്കെ വേണം. അതുകൊണ്ട് അവിടെയാണ് അത്ഭുതം സംഭവിച്ചു, ഹിമാലയൻ അത്ഭുതം. അതായത് ഹിമാലയത്തിൽ നമ്മളെ പ്രാർത്ഥന ഫലിക്കുന്നതിൻ്റെ തെളിവായിരുന്നു ഇതിലൊന്ന് വലിയ കുതിരയായിരുന്നു. ഈ കുതിരക്കാരൻ 3 കുതിരേനെ കൊണ്ടിട്ടാണ് വരുന്നത്. ചോദിച്ച സമയത്ത് തന്നെ ഈ കുതിരക്കാരൻ സമ്മതിച്ചു സംഭവമാക്ക്. അങ്ങനെ അവർ അവിടുന്ന് ആ കുതിരപ്പുറത്ത് കയറി കുതിരകളായിരുന്നു സുരക്ഷിതമായിട്ട് അവരെ ഇവിടെ എത്തിച്ചുകൊള്ളുക. പിന്നെ ഇതിലൊരു കാര്യം കൂടെയില്ലേ, കാരണം വെച്ചാൽ നിങ്ങളുടെ കൂടെ വരുന്ന യാത്രക്കാർ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നുള്ളതൊരു കാരണം ഞാൻ പല യാത്രകളും നിങ്ങളുടെ കൂടെ നല്ല പല യാത്ര വരുമ്പോൾ എനിക്ക് എല്ലാം അറിയാം എന്നുള്ളത്, പക്ഷേ അവർ ഒരിക്കൽ പോലും അവിടെ പോയിട്ടുണ്ടാവില്ല. അതെ, അങ്ങനെ കാര്യം. പക്ഷെ പൊതുവേ ഞങ്ങളുടെ ഒരു യാത്രാ രീതികളിൽ പിന്നെ അങ്ങനെ ഒരു പറഞ്ഞ അനുസരിക്കാത്തത് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ചില യൂത്തായിട്ടുള്ള ആളുകൾ നമ്മൾ അവർക്ക് ചെറിയ എക്സ്ക്യൂസ് കൊടുക്കും. പ്രായമുള്ള ആളുകളെ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. സാധാരണ അവർ നമ്മൾ പറഞ്ഞ് കേൾക്കുകയും ചെയ്യും. പക്ഷേ യൂത്ത് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചില എക്സ്പീരിയൻസ് ആവശ്യമാണ്, പ്രത്യേകിച്ച് ഹിമാലയത്തിലൊക്കെ. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് അതൊരു അനുഭവമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അനുഭവിച്ചത്. പക്ഷേ ഇത്രമാത്രം ഞങ്ങൾ മുമ്പ് പോയിട്ടുണ്ടായി വാലി ഓഫ് ഫ്ലവേഴ്സ് ഞങ്ങൾ ഓൾറെഡി പോയതാണ്. പക്ഷെ അന്ന് ഹെലികോപ്റ്ററിലാണ് പോയത്. ഈ വഴി പിന്നീട് ഓരോരോ വർഷത്തും മഴ കഴിയുന്നതിനനുസരിച്ച് വഴി ഏത് രീതിയിൽ മാറും എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ചാർധാം റൂട്ടല്ല അത്. ആ റൂട്ടിലൊക്കെ സർക്കാർ നല്ല രീതിയിൽ റോഡ് നന്നാക്കുന്നുണ്ടെങ്കിൽ ഈ റൂട്ടൊക്കെ എപ്പോഴെങ്കിലും നന്നാക്കും. ട്രക്കിംഗ് റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ ലാൻഡ് സ്ലൈഡിങ് വരുന്ന സമയത്ത് വലിയ ഉരുളങ്കല്ലുകൾ വീണ് റോഡ് ഇത്രമാത്രം മോശമായി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുന്നില്ല. മുമ്പ് നടക്കാത്തത് കൊണ്ട് എത്രമാത്രം ചെങ്കുത്തായ കയറ്റാമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോഴാണ് പിന്നെ പോയ സമയത്താണ് ഇവർ ഒരു കാരണവശാലും നടക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടത്. അങ്ങനെ ഒരു വിഷയം അതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഈ ഒരു അനുഭവം അതൊരിക്കലും മറക്കാനാവാത്ത അതൊരു വലിയ അത്ഭുതമാണ്. കാരണം 4 കുതിരകൾ അല്ലെ 2-4 കുതിര വരുന്ന സ്ഥലത്ത് 3 കുതിര, അതിലൊരു കുതിര വലിയ കുതിരയായി, എല്ലാ കാര്യവും ഇത് അനുഗ്രഹം അല്ലെങ്കിൽ കേട്ടോ ദൈവത്തിൻ്റെ ഒരു രൂപത്തിൽ വന്ന് സഹായിച്ചതാണ്. മാത്രമല്ല അന്ന് രാത്രി ഞങ്ങൾ അവിടുന്ന് അതിന് അടുത്ത ദിവസം രാത്രി ഞങ്ങൾ അവിടെ 3 താമസം വരും. കാരണം ഫസ്റ്റ് ഡേ നമ്മളവിടെ താമസിച്ചു. നെക്സ്റ്റ് ഡേ നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സ് പോയി തിരിച്ചു വന്നു. 6 കിലോമീറ്ററാണ് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് ഗംഗാരി എന്നുള്ള ദൂരം. 6 കിലോമീറ്റർ നടക്കുന്നതാണ്, ആ ട്രക്കിങ് തന്നെ, കുതിരയൊന്നുമില്ല.
അത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ വാലി ഓഫ് ഫ്ലവേഴ്സ്. പൂക്കൾ പിന്നെ സാധാരണ ഇതിന് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് നിറയെ പൂക്കൾ ഉണ്ടാവുക. പക്ഷെ ആ സമയത്ത് ലാൻഡ് സ്ലൈഡിങ്ങും മഴ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. സെപ്റ്റംബർ മാസം ആകുമ്പോഴേ പൂക്കൾ കുറയും. പക്ഷേ താഴ്വരയുടെ ഭംഗി പുൽപ്പവതി നദി ഒരു ഭാഗത്ത് അതിവിശാലമായ താഴ്വര. താഴ്വര അതിൻ്റെ ഒരു ഭംഗി നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. ഈ വാലി ഓഫ് ഫ്ലവേഴ്സിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഇത് ഇന്നതാണ്, ഇന്ന രീതിയിലാണ്, അത് നമ്മളെ കണ്ട് തന്നെ അനുഭവപ്പെടും. അത്രയും നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ഒന്ന് തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ താമസിക്കും. പിറ്റേ ദിവസം നമ്മൾ നേരെ ഹേമകുണ്ട് സാഹിബ് പോകും. ഹേമകുണ്ട് സാഹിബ് നമ്മൾ പോകും, അവിടെ തന്നെ താമസിച്ചത് അതുകൂടി കാണല്ലോ. അതും 6 കിലോമീറ്റർ, അത് കുതിര കിട്ടും. 6 കിലോമീറ്റർ കുത്തര കയറ്റാണ്. ഈ ഹേമകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ സിഖുകാരെ സിഖുകാരുടെ ഗുരുദ്വാര ഉണ്ട് അവിടെയാണ്. അപ്പം അവിടെ പിന്നെ ഈ ഹേമകുണ്ട് വലിയൊരു തടാകമാണ്. അത് മിക്കവാറും സമയത്ത് ഐസ് ഉറഞ്ഞ് കിടക്കുകയായിരിക്കും. ഈ സമയത്ത് മാത്രമാണ് മെയ് മാസത്തിന് ശേഷമാണ് ഇത് വെള്ളമായിട്ട് മാറുന്നത്. നല്ല കൊടും തണുപ്പായിരിക്കും. പക്ഷേ ഈ സർദാർജിമാർ അവർ വളരെ കൂളായിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ നമുക്ക് തെർമൽ വിയർ, അതിന് മുകളിൽ സ്വെറ്റർ, അതിൻ്റെ മുകളിൽ ജാക്കറ്റ്, കയ്യൊറ, കാലറ ഫുള്ളിട്ട് നമ്മൾ നടക്കുന്നത്. എന്നിട്ട് തന്നെ നമുക്ക് ചെറിയൊരു കിടുങ്ങലുണ്ടാവും. പക്ഷേ അവിടെ ഈ സർദാർജിമാർ എന്താ ചെയ്യുന്നറിയോ? അവർ ഈ ഡ്രസ്സ് മുഴുവൻ അഴിച്ചിട്ട് ഒരു ചെറിയൊരു ഷോർട്ട്സ് എന്തെങ്കിലും ഇട്ടിട്ട് വളരെ കൂളായിട്ട് ഈ ഹേമകുണ്ട് സാഹിബ് മുങ്ങും. നമുക്ക് സങ്കല്പിക്കാം, ആ വെള്ളം തൊടാൻ പോലും നമുക്ക് പേടിയായിരിക്കും, അത്രയും തണുപ്പായിരിക്കും. പക്ഷേ ഇവർ വളരെ ഇതായിട്ട് പോയിട്ട് മുങ്ങുന്ന കാഴ്ച അതൊരു ഹൃദയഭേദകമായ കാഴ്ചയാണ്. എങ്ങനെയാണ് ഇവരിത് ഹൃദയം നിന്ന് പോകുന്ന നമുക്കെന്ന് തോന്നി, അത്രയും തണുപ്പാണ്. പക്ഷെ അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആ പെയ്ത്തിനോടുള്ള. അതെ. പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്. ഈ എല്ലാ ഗുരുദ്വാര ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലൊക്കെ പോകുന്നത് പോലെ തന്നെ അവിടെ ലങ്ക, അവരുടെ ഭക്ഷണ ലങ്ക എന്ന് പറയും. അപ്പോൾ ആ ഒരു പൂരി സബ്ജി അതെല്ലാവരും കൊടുക്കും. അവർ അവിടെ പോകുന്ന എല്ലാവർക്കും അത് ഫ്രീ ആണ്. അതിൻ്റെ മേലെ അവർക്ക് എല്ലാവരും കൊടുക്കും. പക്ഷേ അവിടെ ലക്ഷ്മണ ക്ഷേത്രം, മനോഹരമായ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. നമ്മൾ ലക്ഷ്മണൻ തപസ് ചെയ്ത ക്ഷേത്രം അതാണ്. അപ്പോൾ ലക്ഷ്മണനൊരു ക്ഷേത്രം ഉണ്ട് അവിടെ. ആ ക്ഷേത്രം നമ്മൾ കാണുക തൊഴിൽ ചെയ്യാം. പക്ഷേ അവിടെ മൊത്തം അവിടെ മേലെ എത്തിക്കഴിഞ്ഞാൽ അത് നേരത്തെ വാലി ഓഫ് ഫ്ലവേഴ്സ് പറഞ്ഞതുപോലെയാണ്. ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഭംഗിയാണ്. പക്ഷേ ഈ ഹേമകുണ്ട് സാഹിബ് നമുക്ക് നിർബന്ധമായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം വാലി ഓഫ് ഫ്ലവേഴ്സ് പോലെ തന്നെ അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ ഹേമകുണ്ട് സാഹിബ്. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് പറഞ്ഞു, നമ്മളിപ്പം നേരത്തെ പറഞ്ഞത് ചാർധാമാണ്. അതിൽ യമുനോത്രി പോകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? യമുനോത്രിയിൽ പോകുമ്പോൾ അനുഭവം എന്നുള്ളതിൽ അപ്പുറത്തേക്ക് യമുനോത്രി ഒരു അത്ഭുത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ ചാർധാമുകളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ചൂട് നീര ഉറവകൾ അല്ല തിളച്ച, അതിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേദാർനാഥിൻ്റെ ബേസ് ക്യാമ്പിൽ ഗൗരികുണ്ടിലാണ് ചൂട് നീരുള്ളത്. ബദ്രിനാഥിൽ പിന്നെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ വലിയ തപ്തകുണ്ടിട്ടു. പക്ഷേ യമുനോത്രി ഒരു പ്രത്യേകത ഉണ്ട്. യമുനോത്രിയിൽ തപ്തകുണ്ടുണ്ട്, നമുക്ക് കുളിക്കാം, നല്ല ചൂടാണ്. പക്ഷേ അവിടെയാണ് ശരിക്കും അവിടുത്തെ സൂര്യകുണ്ട് എന്ന് പറയുന്നത് വെള്ളം തിളച്ച് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് നമുക്ക് അത്ഭുതമുള്ളൊരു കാഴ്ചയാണ്. കാരണം ഈ സൂര്യകുണ്ടെന്ന് വരുന്ന വെള്ളം ചെറിയ കൈവഴികളിൽ വന്നിട്ട് വലിയൊരു കുളത്തിലേക്ക് നിറയ്ക്കും. അവിടേക്ക് ചെറിയ രീതിയിൽ മറ്റ് ഉറവുകളും വരും, സാധാരണ വെള്ളവും വരും. സാധാരണ വെള്ളം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഐസ് വെള്ളം തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൂടി കലരുമ്പോൾ ചൂടാവും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ചൂടല്ല. നമ്മൾ വിചാരിക്കും പുറത്ത് നല്ല കൊടും തണുപ്പായിരിക്കും. നമുക്ക് വസ്ത്രം അഴിച്ച് വെച്ചിട്ട് ഈ പോകുന്ന ഈ ഗ്യാപ്പ് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്, അത്രയും നല്ല തണുപ്പായിരിക്കും. പക്ഷേ ഇതിൽ കാല് വെച്ചാൽ നമ്മൾ കാലറിയാതെ പുറകോട്ട് വലിച്ചു പോകും. അവിടെ അത്രയും ചൂടായി വെള്ളത്തിന്, തണുത്ത വെള്ളം അത്രയും ചൂടാവും. ശരിക്കും നമ്മൾ ഈ തണുത്ത വെള്ളം ഇതിൽ മിക്സ് ചെയ്യേണ്ടി വരും. അത് ഓൾറെഡി മിക്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ അത്രയും അന്തരീക്ഷം തണുപ്പായതുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ തണുക്കുന്ന രൂപത്തിലേക്ക് മാറും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇതിൽ കാല് ഇറക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കാലിനെ പിൻവലിച്ചു പോകും, അത്രയ്ക്കും നല്ല ചൂടാണ്. പക്ഷേ നമ്മൾ ശരീരം ഒന്നായി താതാലിമ പ്രാപിച്ച് കഴിയുന്ന സമയത്ത് മെല്ലെ 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 ഇറക്കി കാല് കൈകൊണ്ട് മെല്ലെ വെള്ളം പിന്നെ നമുക്ക് കുളിക്കും. അപ്പോൾ ധാരാളം പേര് ആ തപ്തകുണ്ടിൽ കുളിക്കുന്നത് നമുക്ക് കാണാം. അതിന് തൊട്ട മേലെയാണ് ഈ സൂര്യകുണ്ടുള്ളത്. സൂര്യകുണ്ടിൽ നമുക്ക് കാണാം വെള്ളം ഇങ്ങനെ ശരിക്കും തിളച്ച് മറിയാണ്, അരി തിളയ്ക്കുന്നത് പോലെ തിളയ്ക്കും. അപ്പോൾ അവിടുത്തെ പ്രസാദങ്ങളിൽ ഒന്നെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ അരി ഒരു കിഴി കെട്ടി അതിലിടുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കിഴി കെട്ടി നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് വെന്ത് മാറും. അപ്പോൾ അതിനെ കിഴങ്ങ് അത് തന്നെയാണ് അവിടുത്തെ പ്രസാദം. അതാണ് പ്രസാദത്തെ നമുക്ക് നേരിട്ട് എടുക്കാം, നമുക്ക് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അത് കയ്യൊക്കെ വെട്ടാൽ പണിയാവും. അതിലേക്ക് ഇടുക, ആ ചൂടുവെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിടുക, കിഴി ഇട്ടിട്ട് വല്ലാതെ കിട്ടില്ല, അത് കുഴിയാണത്. അത് നല്ലൊരു കുഴിയാണ്. അതിന് മേലെ അവർ എന്ത് ചെയ്തു, നെറ്റ് വെച്ചിട്ടുണ്ട്, നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കിഴി വെച്ചപ്പോൾ ഒരു കിഴിയിൽ നമ്മൾ അരി കെട്ടിയിട്ട് നമ്മൾ അതിനെ താഴ്ത്തി വെച്ച് കുറച്ച് നേരം പിടിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ അത് ചോറായിട്ടുണ്ടാവും. അതാണ് അവിടുത്തെ. പക്ഷേ യമുനോത്രിയിലെ ക്ഷേത്രം വളരെ യമുനാദേവിയുടെ ക്ഷേത്രം വളരെ ചെറിയ ക്ഷേത്രമാണ്. അതിന് തൊട്ട മേലെ ഒരു ഗ്ലേസിയറിനാണ് യമുന ഉത്ഭവിക്കുന്നത്. എന്നിട്ട് താഴേക്ക് ഒഴുകിയിട്ട് അങ്ങനെ യമുന
താഴേക്ക് പോകും. പിന്നെ നിങ്ങൾ അവിടുന്ന് തൊഴുത് കഴിഞ്ഞ ശേഷം അവിടെ തൊഴുത് കഴിഞ്ഞാൽ ഈ 6 കിലോമീറ്റർ നമ്മൾ കേദാർനാഥ് നമ്മൾ 18 കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിലും ഈ യമുനോത്രി 6 കിലോമീറ്റർ ആണ്. കാരണം കേദാർനാഥിൽ ഗൗരികുണ്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചാൽ അത്ര കുത്തനെ ഒറ്റയടിക്ക് കയറുന്നതല്ല. അത് ഇങ്ങനെ കയറി പോകുന്നുള്ളൂ. പക്ഷേ യമുനോത്രി അങ്ങനല്ല. യമുനോത്രി ആദ്യത്തെ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കുത്തനുള്ള കയറ്റം തന്നെയാണ്. നല്ല കയറ്റമാണ്. നല്ല രീതിയിൽ കയറ്റം വേണം യമുനോത്രി. അത് കുറച്ചൊരു tedious ആയിട്ടുള്ളൊരു കയറ്റം തന്നെയാണ് യമുനോത്രിയിലേക്കുള്ള കയറ്റം. കേദാർനാഥിനെ അപേക്ഷിച്ച് ദൂരം കുറവാണെങ്കിലും കയറ്റത്തിൻ്റെ കാര്യത്തിൽ യമുനോത്രിയാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ യമുനോത്രി അത് ഗംഗോത്രി ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേദാർനാഥ്, അതേപോലെ ബദ്രിനാഥ്. അത് കേദാർനാഥ് ശിവൻ്റെ സ്ഥലമാണ്. അവിടെയാണ് ശ്രീ ശങ്കരാചാര്യർ സമാധിയായിട്ടുള്ള സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ബദ്രിനാഥും. അപ്പോൾ കേദാർനാഥിൻ്റെ എങ്ങനെയാണ് യാത്ര? അതിൻ്റെ ഭംഗിയൊന്ന് വരും. കാരണം ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അതിന് പിന്നെ ഇപ്പോൾ കേദാർനാഥും ബദ്രിനാഥാണ് കൂടുതൽ ഭംഗിയുള്ളത്. അങ്ങനെ നമുക്കതിനെ വേർതിരിക്കാൻ പറ്റില്ല. കാരണം ഓരോരോ ഡാമുകൾക്കും അല്ലെങ്കിൽ ഓരോരോ ഹിമാലയത്തിലെ ഓരോരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. അത് മാത്രമല്ല ഓരോ പോകുന്ന ഓരോരോ യാത്രികൻ്റെയും കാഴ്ചയ്ക്കനുസരിച്ച് അവർക്കത് വ്യത്യസ്തമായി അനുഭവപ്പെടും. എന്നെ സംബന്ധിച്ചോളം യമുനോത്രി വളരെ ഭംഗിയുള്ളതാണ്, ഗംഗോത്രി നല്ല ഭംഗിയിലാണ്, കേദാർനാഥും അത് വേറെ രീതിയിലുള്ള കാഴ്ചയാണ്. പക്ഷേ കേദാർനാഥിന് പ്രത്യേകത ഉണ്ട്. കേദാർനാഥ് ഈ സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കുറച്ചും കൂടി ഒരു ഉത്തുംഗത്തിലേക്ക് എത്തി. ഇപ്പോൾ തുംഗനാഥ് ആണ് ഏറ്റവും ഉയരത്തിലുള്ള ഈ പഞ്ചകേദാറുകളുണ്ട്. അതിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന തുംഗനാഥാണ്. പക്ഷേ നമുക്ക് ഫീൽ ചെയ്യാം അതിനേക്കാട്ടിലും കേദാർനാഥ് ആണോ എന്ന് തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മേരു സുമേരു പർവ്വതങ്ങൾക്ക് താഴെയാണ് കേദാർനാഥ് ക്ഷേത്രമുള്ളത്. അതിന് മേലുള്ള ഹിമാലയയുടെ പേര് ചോരബാരി ഹിമാനി എന്ന്. അപ്പോൾ അവിടുന്നാണ് മന്ദാകിനി എന്നത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള പ്രത്യേകിച്ച് മെയ് മാസത്തിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഹിമാലയം അങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുന്ന ഒരു വലിയൊരു പക്ഷി, വെള്ള തൂവലുള്ളൊരു പക്ഷി അങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുകയാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ആ ഭാഗത്ത് പോകും. അപ്പോൾ താഴെ ഒരു മനോഹരമായിട്ടൊരു കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ രൂപം നമ്മൾ കണ്ടല്ലോ. ആ ക്ഷേത്രം അതിൻ്റെ പുറകിൽ നേരെ ചെങ്കൂത്തായിട്ടുള്ള ഹിമശിഖരങ്ങളാണ്. ആ ഹിമപാളികൾക്ക് താഴെ അതിമനോഹരമായിട്ടൊരു ക്ഷേത്ര സങ്കേതം. ഒരു ഭാഗത്തൂടെ മന്ദാകിനി നദി ഇങ്ങനെ ഒഴുകി ഉത്ഭവിച്ചിങ്ങനെ വരുന്നു. മന്ദാകിനി നദിക്ക് അതിൻ്റെ പേരിനെ മന്ദാകിനി എന്നാണല്ലോ. അപ്പോൾ മേൽഭാഗങ്ങളിലൊക്കെ നല്ല കുത്തി ഒഴുകിയിട്ടാണ് വരുന്നതെങ്കിൽ പോലും താഴ്വാരത്ത് എത്തുമ്പോൾ അളകനന്ദം പോലെ അത്ര വേഗത്തിൽ ഒഴുകുന്ന നദിയല്ല മന്ദാകിനി. അതുകൊണ്ടാണ് മന്ദാകിനി എന്ന് പേര് വന്നത്. പക്ഷേ മന്ദാകിനി നദിക്ക് പ്രത്യേകത എന്താ പറയുക, അതിൻ്റെ അതിൽ ഒഴുകുന്ന ജലം എപ്പോഴും ക്ലിയർ ആയിരിക്കും. നല്ല അത്രയും ശക്തമായ മഴ വരുന്ന സമയത്ത് അത് കലങ്ങി വരുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ ആ ജലം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഒരു ഭാഗത്തൂടെ മന്ദാകിനി, അതിൻ്റെ കരയിൽ മനോഹരമായിട്ടുള്ള ഈ കേദാർനാഥ് ക്ഷേത്രം, അതിന് പുറകിൽ ചോരബാരി ഹിമാനി. ആ ഈ ഒരു കാഴ്ച ശരിക്കും നമുക്ക് എത്ര കണ്ടാലും നമ്മളിപ്പോൾ ക്യാമറയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ഫോട്ടോ എടുത്താലും നമുക്ക് മതിയായില്ല. നമുക്ക് ആ ആംഗിളിൽ പോയിട്ട് എടുക്കണം, ഈ ആംഗിളിൽ പോയിട്ട് എടുക്കണം, അങ്ങനെ നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളിൽ മരങ്ങൾ കുറവാണ്. മേൽഭാഗങ്ങളിൽ മരങ്ങൾ കാരണം അത്രയും ഉയരത്തിലേക്കാണ്. അപ്പോൾ അവിടെ മരങ്ങൾ വളരെ ചെറിയ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ താഴ്വാരങ്ങളിൽ വരുന്ന കൂടെ ധാരാളം ഈ നേരത്തെ പറഞ്ഞ പോലെ ദേവദാരു വൃക്ഷങ്ങളും അതേപോലെ തന്നെ പൈൻ മരങ്ങളൊക്കെ ധാരാളമായിട്ട് കാടുകളൊക്കെ കാണാം. പക്ഷേ മേൽഭാഗങ്ങളിൽ നമ്മൾ വിജനമായ പർവ്വത ശിഖരങ്ങളാണ്. പക്ഷേ ഈ വിജനമായ പർവ്വത ശിഖരങ്ങളുടെ മേലെ മുഴുവൻ അങ്ങനെ മഞ്ഞിങ്ങനെ തൂവിക്കിടക്കുന്ന കാഴ്ച, അത് പ്രത്യേകിച്ചും രാവിലെയൊക്കെ ഈ പ്രഭാത കിരണങ്ങളായിട്ട് അതിങ്ങനെ തിളങ്ങുന്നൊരു കാഴ്ച, അതൊക്കെ ശരിക്കും നമുക്ക് എവിടെ പോയാലും അത് നമുക്ക് എത്ര നമ്മൾ വാരി ഉള്ളിലേക്ക് ആ കാഴ്ച നിറച്ചാലും നമുക്ക് മതിയാവുന്നില്ല എന്നുള്ള തോന്നലുണ്ടാവും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഹിമാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭംഗികളാണെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത രീതിയിൽ നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും പോയവർക്ക് വീണ്ടും ഹിമാലയം വിളിക്കുന്നതായിട്ട് തോന്നും. ആ പോകുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ താഴ്വാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ഹിമാലയത്തെക്കുറിച്ചായിരിക്കും. മാത്രമല്ല വീണ്ടും ഒന്നും കൂടി പോകണം, എത്ര ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നും കൂടി പോകണം എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ ഹിമാലയം ശരിക്കും വേറെ ഏത് സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് വീണ്ടും പോകണം എന്ന് തോന്നുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഹിമാലയം എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും കേദാർനാഥ്. പക്ഷേ മുൻകാലങ്ങളിൽ ഞങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഈ കേദാർനാഥിൽ വളരെ ഇടുങ്ങിയ വഴികളായിരിക്കും. നിറയെ ഷോപ്പുകൾക്ക് ഉള്ളിൽ കൂടെ ചെറിയ വഴിയിൽ കൂടെ തിരിഞ്ഞ് പോയിട്ടായിരുന്നു ക്ഷേത്രം. കാരണം നിറയെ കച്ചവടക്കാരായിരുന്നു. പക്ഷേ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഷോപ്പുകളെ മുഴുവൻ പൊളിച്ചു മാറ്റി വളരെ വിശാലമായൊരു കോറിഡോർ, അതായത് കാശിയിലൊക്കെ നിർമ്മിച്ചതുപോലെ നേരെ ക്ഷേത്രം,
അത് നമ്മൾ വളരെ 1 കിലോമീറ്റർ മാറിയിട്ടാണ് കുതിരകൾ നിർത്തുക, കുതിര ലായങ്ങളുള്ളത്. അവിടെ കുതിര നിർത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ ദൂരത്ത് നിന്ന് ക്ഷേത്രം കാണുന്ന രീതി ഈ ഷോപ്പുകളെ മുഴുവൻ മാറ്റിയിട്ട് ഏകദേശം 50 മീറ്ററോളം വീതിയിൽ വലിയ രീതിയിലുള്ള ഒരു റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല കല്ലുകളൊക്കെ പതിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ദൂരം മുമ്പ് അങ്ങനെ ക്ഷേത്രം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദൂരത്ത്. അത് നമ്മൾ കാശിയിലും അങ്ങനെ ആയിരുന്നില്ലേ? കാശി എന്തും നമ്മൾ ഇപ്പം ഞാൻ കേട്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ മോഡിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ എന്നുള്ള രീതിയിലാണോ അത് ആ ഒരു എനിക്ക് ആ ഒരു പിന്നെ കേദാർനാഥിൽ വന്നിട്ടുള്ള മാറ്റം അത് ശരിക്കും എടുത്തു പറയുക. അത് മുമ്പ് പോയവർ ഇപ്പം പോകുന്ന സമയത്താണ് ശരിക്കും അതിൻ്റെ മാറ്റം മനസ്സിലാവുക. അതേപോലെ ഒരു സംശയം കൊണ്ടുണ്ട്. ഈ കേദാർനാഥിലുള്ളതും ജ്യോതിർലിംഗമാണ്, കാശിയിലുള്ളതും ജ്യോതിർലിംഗമല്ലേ? 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട് ഭാരതത്തിൽ. അപ്പോൾ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾക്കൊക്കെ പൊതുവായിട്ടൊരു കഥയുണ്ട്. പക്ഷെ പൊതുവായിട്ടുള്ള കഥ പിന്നെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മുന്നിൽ ശിവൻ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷമായി എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള കഥ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾക്കും അതാത് ഇടങ്ങളിൽ വേറെ കഥകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേദാർനാഥിലെ കഥ എന്ന് പറയുന്നത് ഭഗവാൻ കാളയുടെ രൂപത്തിൽ, അതായത് പാണ്ഡവന്മാർ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അവരുടെ പാപമുക്തിക്ക് വേണ്ടി ഭഗവാൻ പരമശിവനെ തേടി കാശിയിലെത്തി. ഇവർ വരുന്ന അറിഞ്ഞ് കാശിയിൽ നിന്ന് ഭഗവാൻ എന്ത് ചെയ്തു, നേരെ ഗുപ്തകാശിയിലേക്ക് പോയി. ഗുപ്തകാശിയിൽ അവർ അപ്പോൾ ഗുപ്തകാശിയിലില്ല എന്ന് മനസ്സിലാക്കിയ പാണ്ഡവന്മാർ എന്ത് ചെയ്തു, ഭഗവാൻ പോയ വഴിയിൽ കൂടെ ഭഗവാനെ തെരഞ്ഞു പോയി. അങ്ങനെ പോയ സമയത്താണ് അവിടെ ഗുപ്തകാശിയിലെത്തുന്നത്. അപ്പോൾ ഇത് ഗുപ്തകാശിയിലെത്തുന്ന പാണ്ഡവരെത്തിയ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഒരു കാളയുടെ രൂപത്തിൽ അവിടുന്ന് ഗുപ്തനായി. അതാണ് ഗുപ്തകാശി. ആ കാശിയിൽ താമസിച്ചത് കൊണ്ട് ഈ കാശി തന്നെയാണ് അവിടെ. അപ്പോൾ ഭഗവാൻ ഇവിടുന്ന് പോയിട്ട് കാശിയിൽ താമസിച്ചു. അപ്പോൾ അത് കാശി, അവിടുന്ന് ഗുപ്തനായതുകൊണ്ട് ഗുപ്തകാശിയായി. അവിടുന്ന് ഭഗവാൻ നേരെ എന്ത് ചെയ്തു, ഈ കേദാർനാഥിലെ മലകളിൽ അവിടെ മേഞ്ഞു നടക്കുന്ന കാളകളുടെ ഒരു കാളകളുടെ കൂടെ ഒരു കാളയുടെ രൂപത്തിൽ മേഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പാണ്ഡവന്മാർ വീണ്ടും അവിടേക്ക് എത്തി, അവരെ പിന്തുടർന്നു ചെന്നു. അങ്ങനെ സമയത്താണ് കുറേ കാളകൾ മാത്രമേ ഉള്ളൂ, വേറെ മനുഷ്യരൊന്നും കാണുന്നില്ല. അപ്പോൾ ഭീമന് മനസ്സിലായി ഈ കാളക്കൂട്ടത്തിൽ എവിടെയോ ഭഗവാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, 2 മലകൾക്ക് കുറുകെ കാലുകൾ കവച്ച് വെച്ച് എല്ലാ കാളകളെയും പശുക്കളെയും ഒക്കെ അങ്ങനെ വിടാൻ തുടങ്ങി. വിടുന്ന സമയത്തുണ്ട് വളരെ മനോഹരനായിട്ടുള്ള വള്ളണ്ടായിട്ട് നിൽക്കുന്ന നല്ലൊരു കാള, വെളുത്ത കാളാണ്. അപ്പം എന്ത് ചെയ്തു, അതിൻ്റെ പൂഞ്ഞയിൽ കയറി പിടിച്ചവനെ ഒറ്റപ്പെടുത്താൻ പിടിച്ചു. ആ പൂഞ്ഞയിൽ കയറി, പൂഞ്ഞി അറിയാലോ, വലിയ പൂഞ്ഞിയിരിക്കും, വലിയ കാളയാണ്, വലിയ പൂഞ്ഞിരിക്കും, അതിന് മുകളിൽ കയറി അങ്ങ് പിടിച്ചു. പിടിക്കലും ഈ കാള അന്തർദാനം ചെയ്തു. അപ്പോൾ പക്ഷേ ഭീമൻ എന്ത് ചെയ്തില്ല, ഈ പൂഞ്ഞ വിട്ടില്ല. അപ്പോൾ അത് ജ്യോതിർലിംഗമായിട്ട് മാറി, അത് അവിടെ തന്നെ ആയി. അതാണ് കേദാർനാഥിലെ ശിവലിംഗം. അപ്പോൾ അതുകൊണ്ട് കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് കയറാനുള്ള അനുവാദം വയ്ക്കും, മറ്റു ക്ഷേത്രങ്ങളെ പോലെയല്ല. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണാം, അവിടെ വലിയൊരു ഇത് വെച്ചിട്ടുണ്ട്. അതിന് അകത്താണ് ഈ ജ്യോതിർലിംഗ സ്വയംഭൂ ഉള്ളത്. അപ്പോൾ അത് കാളയുടെ പൂഞ്ഞ പോലെ തന്നെയാണ്. അത് ഇങ്ങനെ നമ്മൾ സാധാരണ ശിവലിംഗം കാണുമ്പോൾ ഇങ്ങനെയല്ല ഉള്ളത്. അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൂഞ്ഞ കിടക്കുന്നത് പോലെ തന്നെയാണ്. അവിടെ നമുക്ക് തൊട്ട് തൊഴാനുള്ള അനുവാദമുണ്ട്. ഇപ്പോഴും പിന്നെ പൊതുവെ തിരക്കുള്ളത് കൊണ്ട് ചില സമയം കുറവാണ്. മുമ്പ് നമ്മൾ തൊട്ട് നമസ്കരിച്ച് നമുക്ക് തൊഴാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ അതിന് തുറച്ചൊരു കാര്യം പറയാനുള്ളത്, ഈ അന്തർദാനം ചെയ്തതിൽ പൂഞ്ഞ മാത്രം ഇവിടെയായി, ബാക്കി കാളയുടെ ബാക്കി 4 ഭാഗങ്ങൾ 4 സ്ഥലങ്ങളിൽ പ്രകടിതമായി എന്നാണ്. അതാണ് പഞ്ചകേദാർ. ഈ കേദാർ പ്ലസ് 4 കേദാർ, അങ്ങനെ പഞ്ചകേദാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലൊന്നാണ് തുംഗനാഥ്, കൽപേശ്വർ, മധ്യമഹേശ്വർ, രുദ്രനാഥ്. ഇതൊക്കെയാണ് മറ്റ് പഞ്ചകേദാറുകൾ പെട്ടാണ്. അപ്പോൾ കാളയുടെ ഓരോ ശരീരത്തിനും ഓരോ ഭാഗം ഓരോ സ്ഥലത്ത് പ്രകടിതമായ സ്ഥലങ്ങളൊക്കെ കേദാറുകൾ എന്ന പേരിൽ പുണ്യക്ഷേത്ര കേന്ദ്രങ്ങളായിട്ട് മാറി. അതും അവിടെ ധാരാളം തീർത്ഥാടകർ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ ഈ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ക്ഷേത്രത്തിന് മേൽക്കൊരു ഒറ്റക്കല്ലാണ്. അപ്പോൾ ആ കാലത്ത് വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രം, അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും അവിടെ ഇത്രയും വലിയൊരു കല്ല് ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് എങ്ങനെ വെച്ചു എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അപ്പോൾ ഭീമനാണ് ആ കല്ല് വെച്ചത് എന്നാണ് സങ്കല്പം. ഭീമനാണ് ഇത്രയും വലിയൊരു കല്ല് ഇതിൻ്റെ മേലെ എടുത്തത്. ഇപ്പം നമ്മൾ ബദ്രീനാഥിലെ ഭീംഫൂൽ പറയുന്നത് പോലെയാണ്, ഭീമൻ എടുത്തു വെച്ച കല്ലാണ് ഭീംഫൂൽ. അതേപോലെ വലിയൊരു കല്ല് ഇതിൻ്റെ മേലെ നമുക്ക് കാണാം, ഞാൻ നേരിട്ട് കണ്ടതാണ്. വലിയൊരു ഏകശിലയാണ്. ഈ ക്ഷേത്രത്തിന്, ഈ മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രം, അതിന് പുറകിൽ നമുക്ക് പ്രദക്ഷിണ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ആ പ്രദക്ഷിണ മാർഗ്ഗമാണ് സുനാമി വന്ന സമയത്ത്, വെള്ളം മേലെ നിന്ന് ഒരുമിച്ച് വന്ന സമയത്ത് വലിയൊരു കല്ല് മേഘസ്ഫോടനം വന്ന സമയത്ത് ഒരു ഭീമാകാരനായ കല്ല് വന്നിട്ട് അവിടെ കണ്ടു. അതുകൊണ്ടാണ് മേലെ നിന്ന് പിന്നീട് ധാരാളം കല്ലുകളും വെള്ളങ്ങളും വന്ന സമയത്ത് അത് നേരെ ക്ഷേത്രം തകരേണ്ടതായിരുന്നു. പക്ഷേ ഈ കല്ല് ആദ്യം തന്നെ വന്ന് നിന്നതുകൊണ്ട് പിന്നീട് ഇത് 2 ഭാഗത്തോട്ട് ഒഴുകി അങ്ങ് പോയി. അപ്പോൾ മന്ദാകിരിനെ കുറച്ച് വഴി മാറി. അതേപോലെ ധാരാളം അവിടെയുള്ള ശങ്കരാചാര്യരൊക്കെ മാറാൻ പോകും. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ, ഈ കല്ല് വന്ന് നിന്നത് പണ്ട് ശങ്കരാചാര്യർ അന്തർദാനം ചെയ്ത അതൊരു ഗുഹ ഉണ്ടായിരുന്നു, അതിന് മുകളിലാണ്. ഇപ്പോൾ അത് കാണാൻ പറ്റില്ല എന്നുള്ളൊരു അങ്ങനെയല്ല,
ഇതിന് പുറകിൽ അതിന് തൊട്ട് പുറകിലായിരുന്നില്ല ശങ്കരാചാര്യ. അത് ഞങ്ങൾ അതിന് മുമ്പേ നമ്മൾ പോയപ്പോൾ അവിടെ ധാരാളം സമയം മെഡിറ്റേഷനൊക്കെ ചെയ്തതാണ്. ആ പോകുന്ന വഴി ഇടത് ഭാഗത്ത് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് ലെഫ്റ്റ് സൈഡിൽ ഒരു വഴിയുണ്ടായിരുന്നു. അവിടെയായിരുന്നു ശങ്കരാചാര്യരും പിന്നെ നേരെ സ്വർഗ്ഗാരോഹണം നടത്തിയ സ്ഥലം. സമാധി എന്ന് പറയാം, സ്വർഗ്ഗാരോഹണം എന്ന് പറയാം. പക്ഷേ ഇതേ കഥ തന്നെ പല സ്ഥലത്തുണ്ട്. എങ്കിൽ പോലും അത് അവിടെയായിരുന്നു. അവിടെ ശങ്കരാചാര്യരുടെ മണ്ഡപമുണ്ടായിരുന്നു. അവിടെ ധ്യാന മുറിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ അവിടെ വലിയൊരു പ്രതിമ മനോഹരമായിട്ട് ഇപ്പോൾ വീണ്ടും അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഈ ഈ മൊത്തം മുമ്പ് ഉണ്ടായിരുന്നതിനും പിന്നെ ഈ ഒരു മാറ്റം വന്നെങ്കിൽ പോലും ഇപ്പോഴതിൻ്റെ ഭംഗി നല്ല രീതിയിൽ സംരക്ഷിക്കാൻ അവിടുത്തെ പിന്നെ ക്ഷേത്ര ട്രസ്റ്റിൽ നിന്നൊക്കെ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അടുക്കും ചിട്ടയുള്ള ഒരു ക്ഷേത്ര സങ്കേതമായിട്ട് പിന്നെ മാറിയിട്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ശ്രീ ശങ്കരാചാര്യ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളാണെന്ന്. അദ്ദേഹം തന്നെയാണ് 2 പൂജാവിധികൾ, അതായത് ബദ്രീനാഥിനും കേദാർനാഥിനും ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്, പണിയെടുത്തത്. അത് ഇപ്പം ശങ്കരാചാര്യരുടെ ഒരു യാത്രാ വഴികളിൽ കൂടെ നോക്കുന്ന സമയത്ത് അത് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഭാരതത്തിലെ ഏത് പ്രധാനപ്പെട്ട ക്ഷേത്ര സങ്കേതങ്ങളിൽ പോയാലും അവിടെയൊക്കെ ശങ്കരാചാര്യരോട് ഒരു നോട്ടമോ അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ ഒരു കൈ, നമ്മൾ പറയുന്ന ഒരു കയ്യൊപ്പുണ്ടെന്ന് പറയില്ലേ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശമേൽക്കാത്ത മഹാക്ഷേത്രങ്ങളൊന്നുമില്ല നമുക്ക്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ കേരളം പിന്നെ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൽ ശങ്കരാചാര്യരെക്കാൾ കൂടുതൽ നമ്മൾ വില്ലുമംഗല സ്വാമികളെ കുറിച്ചിട്ടും. അപ്പോൾ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്ര സങ്കേതങ്ങളിലും വില്ലുമംഗല സ്വാമികൾ പോകാത്ത ക്ഷേത്രങ്ങളും അദ്ദേഹത്തായി ബന്ധപ്പെട്ട കഥകളും ഇല്ലാത്ത ക്ഷേത്രങ്ങളും വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവൂ. മഹാക്ഷേത്രങ്ങളൊക്കെ വില്ലുമംഗല സ്വാമികൾ പോകുന്നത്. അതേപോലെയാണ് ഭാരതത്തിലുടനീളം യാത്ര ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളുടെയും പൂജാവിധികൾ നിശ്ചയിച്ചത്, അവിടുത്തെ എല്ലാ ക്രമങ്ങളും നിശ്ചയിക്കപ്പെട്ടത്, അവിടെ ആര് പൂജാരിമാരാവണം നിശ്ചയിക്കപ്പെട്ടത്, അവിടുത്തെ ഏത് സമ്പ്രദായത്തിൽ ദശനാമി സമ്പ്രദായത്തിൽ ആരായിരിക്കണം, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ ആളുകളായിരിക്കേണ്ടത്, അത് ഏത് ഗ്രാമത്തിൽ നിന്ന് വന്നവരായിരിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ്. അപ്പോൾ ഒരു കാലത്ത് ശങ്കരാചാര്യരുടെ യാത്രാ വഴി നമുക്കറിയാം, അദ്ദേഹം കേരളത്തിൽ നിന്ന് വീട് വിട്ടിറങ്ങി അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയിട്ട് അദ്ദേഹം നേരെ ഹിമാലയത്തിലേക്കാണ് പോയത്. അപ്പോൾ അദ്ദേഹം ജോഷിമഠിൽ താമസിച്ച ആ സ്ഥലം ഇപ്പോൾ ശങ്കരമഠം. അവിടെ നമുക്ക് നമ്മൾ ചതുർമഠങ്ങളിലൊന്ന് ഈ ബദരി ആശ്രമം എന്ന് പറയുമെങ്കിൽ പോലും അത് ജോഷിമഠിലാണ്. അപ്പം അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ യാത്രാ വഴികളിലൊക്കെ സ്പർശിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഈ ചാർധാമങ്ങൾ. ഈ ചാർധാമ സമ്പ്രദായം തന്നെ പിന്നെ ക്രമീകരിച്ചത് ശങ്കരാചാര്യരാണ്. അത് ചോട്ടാ ചാർധാമും ബഡാ ചാർധാമും. ബഡാ ചാർധാമായിട്ടുള്ള നമുക്കറിയാലോ, പിന്നെ ബദ്രീനാഥ്, അതേപോലെ രാമേശ്വരം, പിന്നെ ദ്വാരക, പുരി, ഇതാണ് ബഡാ ചാർധാം. മറ്റേത് ചോട്ടാ ചാർധാമാണ് നമ്മളിപ്പം പറഞ്ഞ ഹിമാലയത്തിലെ ചാർധാമുകൾ. അപ്പോൾ ഈ എല്ലാ ചാർധാമുകളുടെയും ഭാരതം എന്നുള്ളൊരു സങ്കല്പം, അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഈ ബഡാ ചാർധാമിൻ്റെ സങ്കല്പം നോക്കി നോക്കൂ. 4 അതിരുകളിലാണ് 4 ധാമങ്ങൾ. 4 ഭാഗത്താണ്, ഒന്ന് കിഴക്ക്, ഒന്ന് പടിഞ്ഞാറ്, ഒന്ന് തെക്ക്, ഒന്ന് വടക്ക്. അപ്പോൾ ഈ ഒരു നല്ല രീതിയിലുള്ള സംവിധാനം. അപ്പോൾ ചതുർമഠങ്ങൾ സ്ഥാപിച്ചതുപോലെ തന്നെ ചാർധാമങ്ങളും അവിടെയൊക്കെ ദർശനം നടത്തിക്കൊണ്ട്, അപ്പോൾ എല്ലാ വ്യത്യാസങ്ങൾക്കും നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ ഭാരതത്തിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇതിനെ മുഴുവൻ ഏകമാക്കി നിർത്തുന്നതിന് വേണ്ടി ഒരു സംവിധാനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശങ്കരാചാര്യരുടെ ഒരു രചന ശരിക്കും അത് നമുക്ക് ഒരിക്കലും പകരം വെക്കാനില്ലാത്തതാണ്. അങ്ങനെ ഒരു രചന പിന്നീട് ഒരു കാലത്തും വന്നില്ല. അതാണ് ശരിക്കും ഭാരതത്തിൻ്റെ ഒരു ഏകത്വം പോലെ നമുക്ക് നേരിട്ട് അനുഭവപ്പെടാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസം ഒരു യാത്രികൻ്റെ കുറിപ്പുകളിൽ അദ്ദേഹം പറയാണ്, മാനാ വില്ലേജിൽ, ബദരിയിലെ മാനാ വില്ലേജിൽ പോയിട്ട് ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിലിരുന്നിട്ട് ഒരു പ്രായമുള്ളൊരു അമ്മ രാമായണം വായിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആലോചിച്ചോണം, മാനാ വില്ലേജ് ബദരിയിലെ ഏറ്റവും അവസാനത്തെ വില്ലേജ്, നമ്മൾ അല്ലെങ്കിൽ ആദ്യത്തെ വില്ലേജ്, ഇപ്പോൾ ആദ്യത്തെ വില്ലേജ് എന്നാണ് പറഞ്ഞത്, മുമ്പ് അവസാനത്തെ വില്ലേജ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വില്ലേജിൽ ഒരു വീട്ടിൽ ചെറിയൊരു കുടിലിരുന്നിട്ട് പുസ്തകം തുറന്ന് വായിക്കുന്നത് രാമായണം. ഇപ്പോൾ കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിൽ വന്നാലും, ഒരു ഗ്രാമത്തിൽ വന്ന കർക്കിടക മാസം അല്ലാതെയോ നമുക്ക് ഈ രാമായണം കാണാൻ പറ്റും. ഇവിടെ വേറെ ഭാഷയിലാണ്, അവിടെ വേറെ ഭാഷയിലാണെന്ന്. പക്ഷേ ഈ ഒരു സാംസ്കാരിക ഏകത ഭാരതത്തിന് എല്ലാ ഭാഗത്തും നമുക്ക് രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഭാഗവതമാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഈ ധാമങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തും നമുക്ക് ദർശിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കേദാർനാഥ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ബദ്രീനാഥിലേക്കല്ലേ? പിന്നെ നമ്മൾ കേദാർനാഥ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പഞ്ചപ്രയാഗുകളെ ദർശിച്ചുകൊണ്ട് നമ്മൾ നേരെ ബദ്രീനാഥിലേക്ക് വരും. ബദ്രീനാഥിലല്ലേ നമ്മൾ മലയാളികളായിട്ടുള്ള കണ്ണൂരിൽ നിന്നുള്ള പയ്യന്നൂരിൽ നിന്നുള്ള നമ്മുടെ റാവൽജി എന്ന് പേര്, അതും ശങ്കരാചാര്യ, നേരത്തെ പറഞ്ഞ ഒരു ശങ്കരാചാര്യാണ് ഒരു വ്യവസ്ഥ വെച്ചതെന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ അവിടുത്തെ റാവൽജിക്ക് വലിയ അധികാരങ്ങളാണ്. സാധാരണ പറയുന്നത് കേന്ദ്ര ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരുടെ പവറാണ് അവിടുത്തെ റാവൽജിക്ക് തന്നെ. അവിടുത്തെ ബദ്രീനാഥിൻ്റെ ഭരണ നിർവഹണ സമിതിയിലുള്ളത് വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് തുല്യമായൊരു സ്ഥാനമാണ് ഈ റാവൽജിക്കുള്ളത്. അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം അവിടുത്തെ ശാന്തി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാനുള്ള അനുവാദമില്ല. നമ്മുടെ നാട്ടിൽ പുറപ്പെടാ ശാന്തി എന്ന് പറയും. അതേപോലെ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നിട്ടാണ് പൂജാക്രമങ്ങളും
കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവിടെ തന്നെ അദ്ദേഹത്തിന് താമസം. പക്ഷേ 6 മാസത്തെ പൂജാ സമയം കഴിഞ്ഞാൽ ഇപ്പോൾ മെയ് ടു ഒക്ടോബർ നമ്മൾ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞാൽ അവർ ജോഷിമഠിലേക്ക് വരും. കാരണം അവിടെയൊക്കെ മഞ്ഞ് വീഴും. ബദ്രീനാഥ് മുഴുവൻ ഐസ് കൊണ്ട് മൂടും. കേദാർനാഥ്, ബദ്രിനാഥ്, യമുനോത്രി, ഗംഗോത്രി ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ഈ വിഗ്രഹം എടുത്ത് താഴത്തോട്ട് കൊണ്ടുപോകും. വിഗ്രഹം എടുക്കാന്ന് പറഞ്ഞാൽ സാധാരണ ഇതിലിപ്പം പിന്നെ കേദാർനാഥിൽ വിഗ്രഹം കൊണ്ടുവരാൻ പറ്റില്ല, കാരണം സ്വയംഭൂവാണ്, എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉത്സവ വിഗ്രഹങ്ങളെ പോലെ അതിന് വേണ്ടിയുള്ള സങ്കല്പ വിഗ്രഹങ്ങളുണ്ട്. അവിടെ അടുത്ത് പിന്നെ മറ്റൊരു ഉക്കിമഠ് എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് കേദാർനാഥിൻ്റെ താഴ്വാരത്ത്. ഉക്കിമഠ് ഗ്രാമത്തിലേക്കാണ് കേദാർനാഥിലെ പൂജകൾ പിന്നെ അവിടെയാണ് നടക്കുക. ബദ്രീനാഥിലെ പൂജ നടക്കുന്നത് പിന്നെ ജോഷിമഠിലാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഓൾറെഡി ഉണ്ട്, അതിനൊക്കെ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഈ ഓരോരോ ഗ്രാമത്തിലെ ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള സങ്കല്പങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള പിന്നെ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കറിയാം അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഈ മാനാ വില്ലേജിലുള്ള ആളുകളുടെ അവിടുത്തെ മാനാ വില്ലേജ് ഗ്രാമവാസികളും കൊടും ശൈത്യാവസ്ഥ സമയത്ത് താഴേക്ക് വരും. അപ്പോൾ അവരെ തന്നെ ഗഡ്വാളിലെ രാജാവ് അവരവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണെന്ന്. എന്തിനു വേണ്ടിയിട്ട്? ബദ്രീനാഥിന് വസ്ത്രങ്ങൾ നെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിലെ സങ്കല്പം നമ്മളെ കേരള ക്ഷേത്ര സങ്കല്പങ്ങൾ ഒരുപാട് വ്യത്യാസം. കാരണം അവിടെ തണുപ്പ് വരുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ എല്ലാ സ്ഥലത്തും, ഹിമാലയത്തിൽ മാത്രമല്ല, തണുപ്പ് വരുന്ന സമയത്ത് ഭഗവാൻ അവർ കമ്പിളി വസ്ത്രങ്ങൾ കൊടുക്കും. ചൂട് കാലത്ത് AC വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഫാൻ വെച്ച് കൊടുക്കും. അതായത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഈ വിഗ്രഹങ്ങളിൽ ഉണ്ടാവും എന്ന നിലയ്ക്കാണ് അവർ അതിൽ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പിളി വസ്ത്രങ്ങൾ നെയ്യുക, തണുപ്പ് കാലത്ത് തണുപ്പ് പറ്റാതിരിക്കാൻ വേണ്ടി കമ്പിളി വസ്ത്രങ്ങൾ ധരിപ്പിക്കുക, ചൂടുകാലാവുന്ന സമയത്ത് പിന്നെ AC വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫാൻ വെച്ച് കൊടുക്കുക. ഇതൊക്കെ ആ രീതിയിൽ മനുഷ്യൻ എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അതേപോലെയുള്ളൊരു കൺസിഡറേഷൻ ഈശ്വരനും. അത് രണ്ടും വേറെയല്ല എന്നുള്ള യഥാർത്ഥ സങ്കല്പം. ശരിക്കും യഥാർത്ഥ അദ്വൈത സങ്കല്പത്തെ നമുക്ക് പ്രാക്ടിക്കലി കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ചു എന്നുള്ളത് നമുക്ക് ശരിക്കും നേരിട്ട് ബോധ്യപ്പെടാൻ പറ്റും. 4 ചാർധാം യാത്രകളുണ്ടല്ലോ, അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ട് ഈ 12 പ്രാവശ്യം പോയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അനുഭവങ്ങൾ, എന്താണെന്ന് പറയാം? അത്ഭുതങ്ങളിൽ ധാരാളം അത്ഭുത കാഴ്ചകൾ, നമുക്ക് ഹിമാലയത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു ഘടന തന്നെ അത്ഭുതമാണ്. നമുക്ക് അത്ഭുതം തോന്നുന്ന നിരവധി കാര്യങ്ങൾ. ഒന്ന് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും നൂറ്റാണ്ടുകൾക്കല്ല നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇത്രയും ധാരാളം പേര് എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് ഈ ഹിമാലയത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്കൊരു അത്ഭുതമാണല്ലോ. അപ്പോൾ അവിടുത്തെ ഗംഗയും അവിടുത്തെ കാലാവസ്ഥയും ഒരുപാട് പ്രതികൂല കാലാവസ്ഥ അനുകൂലമേ അല്ല ഹിമാലയത്തിൽ. എന്നിട്ട് പോലും ഇത്രയും ഈ തപസ്സിന് വേണ്ടിയിട്ട് ആളുകൾ അവിടെ പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് അവിടുത്തെ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അത് ഹിമാലയത്തിൽ നേരിട്ട് നൽകുന്ന അനുഭൂതിയാണ്, നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുക. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ അലിഞ്ഞു ചേർന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും ശരീരബോധം നഷ്ടപ്പെട്ട് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഗുഹകളിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പല ആളുകളും സന്യാസിമാർ ഇരിക്കുന്നത്. അവർ വളരെ നാമമാത്രമായ വസ്ത്രം മാത്രം ധരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കൗപീനം മാത്രമായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാക്ക് പോലത്തെ എന്തെങ്കിലും കമ്പിളി മേലെ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടാവും. മാത്രമല്ല, ഈ അളകനന്ദ പോലെ വേറെ വെള്ളം ഒഴുകുന്നെന്ന് മാത്രമേ ഉള്ളൂ, അത് ഐസ് തന്നെയാണ് ഈ ഒഴുകുന്നത്. അങ്ങനെയുള്ള ഈ വെള്ളത്തിൽ വളരെ സാധാരണ നമ്മുടെ നാട്ടിൽ കുളത്തിൽ പോയി മുങ്ങുന്നത് പോലെ ഇവർ പോയി താഴെ ഇറങ്ങി മുങ്ങി നിവരുന്ന കാഴ്ച, ഇത് നമുക്ക് സങ്കല്പിക്കാൻ പോലും നമുക്ക് സാധാരണക്കാരനും പറ്റാത്തതാണ്. ശരി. അതേപോലെ ഗംഗോത്രിയിൽ നമുക്ക് കാണാം ധാരാളം പേര്, അത് പിന്നെ ഡിവോട്ടീസും ധാരാളം പേര് വരുന്നവരും ഗംഗോത്രിയിൽ മുങ്ങിക്കഴിച്ച സമയത്ത് പലരും ഇങ്ങനെ വിറച്ച് ഇങ്ങനെ വരുന്നത് കാണാം. പക്ഷേ അതിനേക്കാൾ ഗംഗോത്രി മുങ്ങുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അളകനന്ദയിൽ ബദ്രീനാഥിൽ മുങ്ങുന്നത്. കാരണം ബദ്രീനാഥ് കുറച്ചും കൂടി, പ്രത്യേകിച്ച് മെയ് മാസത്തിലൊക്കെ തണുപ്പ് വളരെ കൂടുതൽ. കാരണം ഐസ് നമുക്ക് റോഡ് സൈഡിൽ ഐസ് കാണാം. അപ്പോൾ റോഡ് സൈഡിൽ ഐസ് കാണുന്നു എന്നതിന് അർത്ഥം ഈ ഐസ് ഉരുകിയിട്ടാണ് ഗംഗയിലേക്ക് ചെല്ലുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും ഐസ് ഉരുകി ചെല്ലുന്ന ഒരു സ്ഥലത്തെ വെള്ളം എന്തായിരിക്കും? അതിലാണ് വളരെ നിസ്സാരമായിട്ട് വസ്ത്രങ്ങളൊക്കെ പുറത്തഴിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ വസ്ത്രങ്ങളില്ലാത്തവർ കൗബീനായിട്ട് പോയിട്ട് വളരെ മുങ്ങി പിന്നെ പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും അവർ തല തുറത്തുന്നോ അല്ലെങ്കിൽ ശരീരത്തിൽ വെള്ളം തുടയ്ക്കുന്ന പോലും ഇല്ല. അപ്പം പിന്നീട് ഈ തണുത്ത കാറ്റും കൂടി വരുമ്പോഴേക്കും എന്തായിരിക്കും? പക്ഷെ അതിനെ അതിജീവിക്കാനുള്ളൊരു ശാരീരികമായ ശേഷി. അതേപോലെ ബദ്രീനാഥിൽ മറ്റൊരു കാഴ്ച ഉണ്ട്. ബദ്രീനാഥിൽ നമുക്ക് വസുധാര കാണാം. അപ്പോൾ ധാരാളം, അതേപോലെ തുളസി വനുണ്ട്, തുളസി മല ഉണ്ട്, അങ്ങനെ ധാരാളം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ നരനാരായണ പർവ്വതം കാണാം. അതേപോലെ തന്നെ നീലകണ്ഠ പർവ്വതം കാണാം. നീലകണ്ഠ പർവ്വതം, ബദ്രിയിലെ നീലകണ്ഠ പർവ്വത കാഴ്ച അതേപോലെ മറ്റൊരു കാഴ്ചയാണ്. കൈലാസം എങ്ങനെയാണോ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളേറ്റ് സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്നത്, അതേപോലെയാണ് ബദ്രിയിലെ നീലകണ്ഠ പർവ്വതം. പിന്നെ അതിന് ബദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ വളരെ പുറകിൽ വളരെ തല ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതമാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 5:45, 6 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ആ സൂര്യൻ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും സ്വർണം തന്നെയാണ്. സ്വർണ്ണമല്ല നമുക്ക് പറയാം, ഒരു മല നിറയെ സ്വർണം. അതെങ്ങനെയായിരിക്കും? അങ്ങനെയാണ് നീലകണ്ഠ പർവ്വതത്തിലെ പ്രഭാതത്തിലെ കാഴ്ച.
അത് കഴിഞ്ഞാൽ ആ സൂര്യൻ അങ്ങനെ ഉയരുന്നതിനനുസരിച്ച് അത് ആ സ്വർണ്ണ വർണ്ണം മാറി 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 മെല്ലെ വെള്ളി നിറത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. അത് മുഴുവൻ നമുക്ക് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മാറ്റം, ഈ നിറം മാറ്റം നമുക്ക് ശരിക്കും അത് കൈലാസത്തിലും കാണാം. ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ അത് നേരിട്ട് ബോധ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ചാർധാമിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അത്ഭുതമാണല്ലോ. നമ്മളിപ്പോൾ നാട്ടിൽ കാണാത്തപ്പോൾ ഒരു മലയുടെ നിറം രാവിലെ സൂര്യപ്രകാശിട്ട് സ്വർണ്ണ വർണ്ണത്തിൽ തിളങ്ങുന്ന നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഇങ്ങനത്തെ അത്ഭുതങ്ങളുടെ ഒരു ശേഖരമാണ് ഹിമാലയത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും. അത് അതേപോലെ തന്നെ ലോകോത്തരമായ ബസ്മതി കൃഷി ചെയ്യുന്നത് ഈ ഹിമാലയത്തിലാണ്. അപ്പോൾ അവിടുത്തെ ബസ്മതി റൈസാണ് മുഴുവൻ വിദേശത്തേക്ക് കയറ്റി അയച്ചു പോവാണ്. മിക്കവാറും എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ഹിമാലയത്തിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം എത്രമാത്രം പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും നല്ല അധ്വാനിക്കുന്ന ജനങ്ങൾ, എല്ലാ രീതിയിലും നല്ല കൃഷി, എല്ലാ തരത്തിലുള്ള കൃഷി, അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പ്രതികൂല കാലാവസ്ഥയെയും വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് അനുകൂലമാക്കി മാറ്റുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഹിമാലയം കൂടി മനസ്സ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടുന്ന് പോകുന്ന സമയത്ത് പലർക്കും പേടിയാണ്. അയ്യോ, എങ്ങനെ അവിടെ യാത്ര ചെയ്യാം, അവിടുത്തെ റോഡ്, അവിടുത്തെ ചെങ്കുത്തായ ഇറക്കം, എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, അല്ല പോയാൽ ബുദ്ധിമുട്ടാവോ, വിഷമാവോ? അപ്പോൾ ഞാൻ പറയും, നമ്മൾ മാത്രമല്ല, ഹിമാലയത്തിൽ അവിടെ ഓൾറെഡി ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഹിമാലയം. അപ്പോൾ അവർക്ക് ഇല്ലാത്ത പ്രശ്നം നമ്മൾ പോയി വരുന്നവരാണ്, അവരവിടെ സ്ഥിരം താമസിക്കുന്നവരാണ്. അപ്പോൾ അവരവിടെ ഇത്രയും കോടികൾ താമസിക്കുന്ന കാലത്ത് നമ്മൾ പോയിട്ട് വരുന്നതിന് ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ 1-2 അനുഭവങ്ങളെ മാറ്റി നിർത്തിയാൽ പിന്നീട് പറയത്തക്ക യാതൊരു പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൂടുതലായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. നല്ല രീതിയിൽ മാറ്റുന്നുണ്ട്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഹോട്ടലുകളുടെ സൗകര്യം, ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ അത്രയേ ഉണ്ടാവും. തൊഴുത്ത് പോലത്തെ ഹോട്ടലുകളിൽ ഞങ്ങൾ താമസിച്ചിട്ട്. പക്ഷേ മാത്രമല്ല ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല, ലിഫ്റ്റ് എവിടെയും ഉണ്ടാവില്ല. ലാൻഡ്സ്കേപ്പിനനുസരിച്ചാണ് ഹോട്ടലുകൾ റൂം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മൾ ചെല്ലുന്ന ബസ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹോട്ടലുകൾ നമ്മൾ മേലേക്കാണ് കയറി പോകുന്നത്, നേരെ തിരിച്ച് താഴേക്കാണ് ഇറങ്ങി പോകേണ്ടത്. കാരണം താഴേക്കായിരിക്കും സ്റ്റെപ്പുകൾ ഉണ്ടാവുക, താഴേക്ക് ഇറങ്ങി താഴേക്കാണ് റൂമുകൾ ഉണ്ടാവുക. അങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട് അവിടെ. പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ മിക്കവാറും എല്ലാ ഈവൻ ബദ്രീനാഥ് ആണെങ്കിലും രുദ്രപ്രയാഗിലാണെങ്കിലും ഒക്കെ ലിഫ്റ്റിൽ ഹോട്ടൽ വന്നു. റൂമുകളാണെങ്കിൽ വളരെ നല്ല റൂമുകളെ. മുമ്പൊക്കെ ഒരു പോകുന്ന വഴിയിലൊക്കെ ഒരു ബാത്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഒഴിവുള്ള സ്ഥലം നോക്കി നിർത്തി വലിയ പാറ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉള്ള കാട് അങ്ങനെയൊക്കെ നിർത്തിയാണ് ലേഡീസിനൊക്കെ പോകാൻ വേണ്ടി. അതിൻ്റെ മറവിലേക്ക് തന്നെ അവർ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല. അപ്പോൾ സുലഭ് ടോയ്ലറ്റ് മിക്കവാറും എല്ലാ സ്ഥലത്തും വന്നു കഴിഞ്ഞു. ഹോട്ടലുകൾ തന്നെ മാത്രമല്ല, ചെറിയ ചെറിയ ടൗൺഷിപ്പുകളിൽ പോലും ഹോട്ടലുകൾ തന്നെ വരുന്ന യാത്രക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചായ വേണമെങ്കിൽ ഒന്ന് കുടിക്കേണ്ടി വരും, എങ്കിൽ പോലും കുടിക്കാതെ തന്നെ അവർ വളരെ ഫ്രീ ആയിട്ട് ടോയ്ലറ്റ് ഉപയോഗിച്ചോളൂ എന്ന് പറയും. കാരണം യാത്രക്കാരെ പരമാവധി സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്നെക്കാട്ടും അറൗണ്ട് 10,000 അടി മേലെയാണ് ഈ 4 ധാമങ്ങളും. അപ്പം ഇവിടുന്ന് ഈ ആൾട്ടിറ്റ്യൂഡിനെ പറ്റി അറിയാത്ത ആളുകൾ ആണല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു ചാർധാം യാത്ര നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം? നിങ്ങൾ 12 കൊല്ലം എത്രയോ ആളുകളെ കൊണ്ടുപോയ ആളുകളാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മുൻകരുതലാണ് നിങ്ങളുടെ യാത്രക്കാരോട് എടുക്കാൻ പറയാറ്? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം പലർക്കും ഇത് അറിയാതെയാണ് പോകുന്നത്. അങ്ങനെ പോകുന്നവരാണ് ബുദ്ധിമുട്ട് പോയി ചാട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണ രീതിയിൽ പോകുന്നതിന് മുമ്പേ വളരെ വ്യക്തമായ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന്, പോകുന്ന 1 മാസം മുമ്പെങ്കിലും നിങ്ങൾ നടക്കാൻ തുടങ്ങണം. പ്രാണായാമം, യോഗ തുടങ്ങിയവ ചെയ്യണം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചിലർ എന്ത് ചെയ്യുന്നത്, പോകുന്നതിന് മുമ്പ് ഒരു ഷൂ വാങ്ങും, തലേ ദിവസം ഒരു ഷൂ വാങ്ങും. അന്ന് ആദ്യമായിട്ട് ഇടുന്ന ഈ യാത്രയ്ക്ക് പോകുന്ന സമയത്തും മിക്കവാറും ഡൽഹി എത്തുമ്പോൾ കാല് പൊട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഷൂ വാങ്ങിയിട്ട് പുതുതായിട്ട് ഷൂ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പുതിയതായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. 2 ആഴ്ച മുമ്പെങ്കിലും ആ ഷൂ വാങ്ങിക്കണം. എന്നിട്ട് നാട്ടിൽ നിന്ന് നടന്ന് ആ ഷൂ നമ്മളെ കാലിന് ഉതകുന്ന തരത്തിലാക്കി മാറ്റണം. ഇത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശമാണ്. അപ്പോൾ നടക്കാൻ പറയുന്നു, അതേപോലെ തന്നെ യോഗ ചെയ്യാൻ പറയുന്നു, പ്രാണായാമം ചെയ്യാൻ പറയുന്നു. അതിന് നമ്മളെ ശ്വസനക്രിയ വളരെ നല്ലതായി, നമ്മൾ ലങ്സ് നല്ല ശക്തിയുള്ളതാക്കുന്ന സമയത്ത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് പോകുന്ന സമയത്ത് തണുപ്പിന് എന്തൊക്കെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അത് അവിടെ പോയിട്ട് വാങ്ങുന്ന ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. പലരും നമ്മൾ ഹിമാലയത്തിലേക്കല്ലേ പോകുന്നത്, അവിടെ പോയിട്ട് നമ്മൾ സ്വെറ്റർ വാങ്ങിക്കൂടെ, അവിടെ പോയി ജാക്കറ്റ് വാങ്ങി, ഒരിക്കലും പ്രായോഗികമല്ല. അവിടെ പോയാൽ നമ്മൾ വിചാരിച്ച സാധനം കിട്ടിക്കൊള്ളുന്നില്ല, വിചാരിച്ച സ്ഥലത്ത് സാധനം കിട്ടിക്കൊള്ളും. അപ്പോൾ ആളുകൾ വയ്യാതെയാവും. അപ്പോൾ ഇവിടുന്ന് പിന്നെ വേറൊരു മലയാളികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംഗതികളിലൊന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്, എനിക്കിതൊന്നും പ്രശ്നമല്ല, ഞാൻ തണുപ്പിനെയൊക്കെ ഇതാക്കാൻ കഴിവുള്ള ആളാണ് എന്നുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു പ്രശ്നം തോന്നില്ല, ശരീരം അങ്ങനെ പ്രതിരോധിക്കും. പക്ഷേ നമ്മളെ ചെസ്റ്റിൽ കഫ് വരും, അത് പഴുക്കും, നീർക്കെട്ട് വരും, വലിയ പ്രശ്നമായിട്ട് മാറും. ഒരു കാരണവശാൽ നമ്മളെ ചെസ്റ്റ്, ചെവി തുടങ്ങിയ നമ്മൾ ഒരു കാരണവശാൽ ഓപ്പണായി വെക്കാനേ പാടില്ല.
അത് നമ്മൾ വളരെ ചർച്ച നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു തവണ ഒരു യാത്ര പോയ സമയത്ത് ഒരു അനുഭവമുണ്ട്. ഒരു പ്രായമുള്ള അമ്മ ഈ ബദ്രീനാഥിലെത്തി ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ രാത്രി ഞങ്ങൾ എല്ലാ റൂമിലും പോയി നോക്കും. എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ആർക്കെങ്കിലും വയ്യാത്തതുണ്ടോ ഒക്കെ നോക്കും. അപ്പോൾ നോക്കുന്ന സമയത്തുണ്ട് പുറത്തെ ആ ഹോട്ടലിൻ്റെ പുറത്തൊരു ടീപ്പോയ് ഉണ്ട്. ആ ടീപ്പോയിൽ ഒരു തുണി കൊണ്ട് എന്തോ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കുന്ന സമയത്ത് കുറച്ച് നീളത്തിലാണ്. നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉള്ള പ്രായമുള്ള അമ്മ ആ ടീപ്പോയിന് മുകളിൽ വന്നൊരു അത് അവരുടെ കയ്യിലുള്ള ഒരു തുണിയും പുതച്ച് കിടക്കുകയാണ്. ചെറിയൊരമ്മയാണ്. അതുകൊണ്ട് ഒരു ടീപ്പോയിന് മുകളിൽ കിടക്കാൻ മാത്രമേ ഉള്ളൂ. കാല് മടക്കിയാൽ ടീപ്പോയിൽ കിടക്കാം. അതാണ് സ്ഥിതി. അപ്പോൾ ഞങ്ങൾ തുണി മാറ്റി പോകുന്നത് ഈ അമ്മയാണ്. ഞങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ കിടക്കുന്നത്? എൻ്റെ കുട്ടി, അത് ഇന്നലെ വേറെ ആരൊക്കെ കിടക്കുകയായിരിക്കില്ലേ, അതിന് എനിക്ക് കിടക്കാൻ പറ്റുമോ? അപ്പോൾ കാരണം ഹിമാലയത്തിൽ ഇത് അലക്കുന്ന പരിപാടിയില്ല, അലക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അലക്കിയത് ഉണങ്ങില്ല. കാരണം പ്രസവം രജോയി എന്ന് പറയുന്ന സാധനം രജോയി ഒരിക്കലും ഉണങ്ങുന്നില്ല. അപ്പോൾ രജോയി തന്നെയാണ് അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് കട്ടിയുള്ളൊരു പുതപ്പാണ്. എനിക്ക് മനസ്സിലായി. അതെ. അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കാതിരുന്നാൽ രാവിലെ ആകുമ്പോഴേക്കും ആളില്ല, മരിച്ചു എന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് നമുക്കത് ശീലമില്ല. അപ്പോൾ ഞങ്ങൾ ഈ അമ്മേനെ വിളിച്ചു. സാധാരണ ഞങ്ങൾ ഒരു യാത്രയിൽ ഒരാളെ ചീത്ത പറയാത്തതാണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്നു. അങ്ങനെ ഞങ്ങൾ പിടുത്ത് തൂക്കി കൊണ്ടുപോയിട്ട് കട്ടിലിലെ ബോളിൽ കിടത്തി ഇതിട്ട് പുതപ്പിച്ചു. അങ്ങനെ കംഫർട്ടാക്കി പോന്നു. പിറ്റേന്ന് രാവിലെ അമ്മ പറയാണ്, ഇന്നലെ രാത്രി നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയിട്ടില്ലെങ്കിൽ ഞാനിന്ന് രാവിലത്തേക്ക് മരിച്ചു പോവുകയായിരുന്നു. അല്ല ബോധ്യപ്പെട്ടു. രാത്രി കഴിയുന്നതിനക്കോണം തണുപ്പിൻ്റെ കട്ടി കൂടി വരും. കാറ്റ് വരുന്ന നമുക്ക് മനസ്സിലാവുകയില്ല. കാറ്റ് വരുന്നതുകൂടി അല്ലെങ്കിൽ പുറത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ നേരെ ഡബിളാവും തണുപ്പ്. മഴ പെയ്യുന്നത് കൊണ്ട് തണുപ്പ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ കരുതാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം, ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിനുള്ള മരുന്ന് നമ്മൾ കരുതണം. അത് ഹോമിയോയിൽ ലഭ്യമാണ്, അലോപ്പതിയിൽ ലഭ്യമാണ്. മാത്രമല്ല ഈ ഡയാമോക്സ് ശരിക്കും ഹിമാലയത്തിൽ ശരിക്കും ഇവിടെ കൈലാസ് പോകുന്ന സമയത്ത് ഡയാമോക്സ് എന്ന് പറയുന്ന മരുന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ചിലവർക്ക് വല്ലാതെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഡയാമോക്സ് കരുതുന്നത് നല്ലതാണ്. ഡയാമോക്സ് കൊടുത്താൽ ഞങ്ങൾ ഗുണം എന്ന് വെച്ചാൽ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവിൻ്റെ ആ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഒന്ന് സ്പീഡാവും, ബ്ലഡ് തിന്നാവും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അവിടെ ഓക്സിജനാണ്, നമുക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നമുക്ക് കിട്ടുന്നില്ല. അത് നമ്മുടെ ശരീരത്തിൽ തലയ്ക്ക് തലകറക്കം ഉണ്ടാവും, തലവേദന. അപ്പോൾ കേദാറിലൊക്കെ അങ്ങനെ ഒരു വിഷയമുണ്ട്. തലവേദനയാണ് പെട്ടെന്ന് വരിക, ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നമ്മൾ നേരത്തെ കരുതണം. അപ്പോൾ അതായത് വൂളൻ സോക്സ് കരുതണം, പിന്നെ ഗ്ലൗസ് കരുതണം. ഇതൊക്കെ നമ്മൾ ആദ്യം നിർദ്ദേശിച്ചോളൂ. ഇതിലൊക്കെ ഉപരി നമ്മൾ ചില പൊടിക്കൈകളുണ്ട്. പൊടിക്കൈകളിൽ ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ കർപ്പൂരം പച്ചക്കർപ്പൂരം ഇത് വേണം. അയമോദകം കർപ്പൂരം കൂടി കരുതി കഴിഞ്ഞാൽ അത് പൊടിച്ച് ഒരു കിഴിയാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാസനിക്കാം. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എയർവേസ് ഓപ്പൺ ആവും. അപ്പോൾ അങ്ങനെയുള്ള ചില പൊടിക്കൈകളും നമ്മൾ ആളുകളോട് പറയും. പിന്നെ ഹോമിയോയിൽ ധാരാളം ചെറിയ മരുന്നുകളുണ്ട്. അത് നമ്മൾ ഞങ്ങൾ കുറേ കരുതും. അപ്പോൾ അതും നമ്മൾ കൊടുക്കും. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരുന്നത് ചിലർക്ക് പെട്ടെന്ന് വോമിറ്റിംഗ് വരും. അതേപോലെ ഒരു കാരണവശാലും തണുത്ത വെള്ളം കുടിക്കാനേ പാടില്ല. അത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയും. പക്ഷേ അവിടെ നമുക്ക് ദാഹം കുറവായിരിക്കും. ദാഹം കുറവാസം നമ്മളിരിക്കും വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഡീഹൈഡ്രേഷൻ വരും. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം എല്ലാവരും ഫ്ലാസ്ക് കൊണ്ടുവരണം എന്ന് പറയും. എല്ലാവരും ഫ്ലാസ്ക് കൊണ്ടുവരണം. അപ്പോൾ ഫ്ലാസ്കിൽ നമ്മൾ രാവിലെ നമ്മൾ കിച്ചൺ ടീം എന്തെങ്കിലും ചൂടുവെള്ളം റെഡിയാക്കി വെക്കും. അത് ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുത്തിട്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാം. സിപ്പ് കുറച്ച് കഴിച്ചാൽ മതി. പക്ഷേ വെള്ളം നിർബന്ധമായിട്ട് ഹിമാലയത്തിൽ കുടിക്കണം. കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും. കാരണം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അടക്കാനല്ല വെള്ളം. അപ്പോൾ വെള്ളം കുടിക്കുന്നത് കൂടി നമ്മൾ കുറേ ഉഷാറാവും. അപ്പോൾ തണുത്ത വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്തുള്ള കുഴപ്പം ഒന്ന് നമ്മുടെ വയറ് അപ്സെറ്റാവും. മറ്റൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കുടിക്കുമ്പോഴേക്കും നമുക്ക് വയ്യാതെയോ വേണ്ടാന്ന് തോന്നും. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഫ്ലാസ്ക് കയ്യിലെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് മെഡിസിൻസും ഫ്ലാസ്ക്, അതേപോലെ തന്നെ നമ്മളെ ഈ മറ്റുള്ള സംഗതികൾ, അതായത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംഗതികളും നമ്മൾ കയ്യിൽ കരുതണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങളിലൊന്ന്. അത് നമുക്ക് അപ്പോൾ മുൻകൂട്ടി നമ്മൾ ഇത്തരം തയ്യാറായിട്ട് പോകുക. അപ്പോൾ ഞങ്ങൾ പിന്നെ കൈലാസ് മാനസരോവർ പോയി, ഉദാഹരണം എക്സാമ്പിൾ ഞാൻ പറയുന്നത്, 40ഓളം പേര്, ഒരാളെ പോലും നമുക്ക് തിരിച്ച് അയക്കേണ്ടി വന്നില്ല. പക്ഷേ പല ഗ്രൂപ്പുകളും 5 ആളുകളെ 10 ആളുകൾ 8 ആളുകൾക്ക് തിരിച്ചയക്കും. പക്ഷെ നമ്മൾ തയ്യാറായിട്ട് ഇപ്പോൾ ഹിമാലയത്തിൽ ഞങ്ങൾ കുറേ തവണ പോയി എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരും ഞങ്ങൾക്ക് തിരിച്ചയക്കേണ്ടി വന്നിട്ടില്ല. തിരിച്ചയക്കാൻ മീൻസ് കുറച്ച് പഴം ഇവരെ ഒരു കാരണവശാലും ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ അവർ തീരെ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുമില്ല എയർ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ആംബുലൻസിലോ കാറിലോ തിരിച്ച്, അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടേ. അതിനുള്ള കാരണം നമ്മൾ തയ്യാറായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വ്യക്തമായ നിർദ്ദേശം കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ ഒക്ടോബറിൽ കേദാർനാഥ് പോകാൻ പോകും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് വളരെ സ്ട്രിക്റ്റായി പറയാം, ഇന്നതാണ് അവസ്ഥ, ഇന്ന രീതിയിൽ തയ്യാറാവണം, അങ്ങനെ ആവുന്നവർ മാത്രം വന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറായി പോവുകയാണെങ്കിൽ, ഈ കാര്യങ്ങൾ കരുതി പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ സ്ഥലങ്ങളിൽ, കാരണം ഞങ്ങളുടെ കൂടെ 82 വയസ്സായ ആളുകൾ വരെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്.
82 എന്ന് പറഞ്ഞാൽ അത്ര മോശമായ വയസ്സല്ലല്ലോ. അപ്പോൾ 82 വയസ്സ് ആളുകൾ വരെ ഞങ്ങൾ ഹിമാലയ യാത്ര, ചാർധാം യാത്ര കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവർ തയ്യാറായിട്ടാണ്, നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് തയ്യാറായിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ചൂടുവെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ വയറിന് പ്രശ്നമാണ്. അതേപോലെ ഞാൻ പല നോർത്ത് ഇന്ത്യൻ യാത്രകൾ പോയിട്ടുണ്ട്, ഹിമാലയത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ നിന്നോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറ് പ്രശ്നം വരും. വൺസ് വയറ് പെട്ടായി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര മുഴുവൻ തകിടം മറിയും. അപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ കിച്ചൺ ടീമുമായിട്ടാണ് നിങ്ങൾ പോയി യാത്ര ചെയ്യുക. എന്തൊക്കെ ഭക്ഷണമാണ് കഴിയുക? എങ്ങനെയാണ് ആ ഒരു കിച്ചൺ ടീമിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ എല്ലാ യാത്രകളിലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ യാത്രകളിലൊക്കെ കിച്ചൺ ടീം നമ്മുടെ കൂടെ ഉണ്ടാവും. കിച്ചൺ ടീം നമ്മൾ 2-3 പേര് നമ്മൾ കേരളത്തിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടുന്നേ കൊണ്ടുപോകും. അത് അവിടെ കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അവിടെ പുട്ടുപൊടി കിട്ടില്ല, നമുക്ക് അവിടെ സാമ്പാർ പൊടി കിട്ടില്ല, അങ്ങനത്തെ കുറേ നാളികേരം അവിടെ കിട്ടും. പക്ഷെ അവിടെ നാളികേരം ക്വാളിറ്റി ഇല്ലാത്തത്. അതേപോലെ കഞ്ഞി അരി, ചെറിയ അരി, ആ അരി അവിടെ കിട്ടില്ല. അങ്ങനെ കിട്ടാത്ത കുറേ സാധനം. ഇപ്പോൾ ഇഡ്ഡലി എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്, എങ്കിൽ പോലും ഇഡ്ഡലി ചെമ്പൊന്നും അവിടെ കിട്ടില്ല. അതൊക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുക. അങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങളുമായിട്ടാണ് നമ്മളെ കിച്ചൺ ടീം നേരത്തെ ട്രെയിനിൽ അവർ പോകും. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ 7 മണി ആകുമ്പോഴേക്കും അവർ നമുക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും, ലഞ്ചും റെഡിയാക്കും. കാരണം പിന്നീട് നമ്മൾ യാത്രയാണ്, 60 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് ലഞ്ച് ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും അവരിത് മുഴുവൻ സെറ്റ് റെഡിയാക്കും. മാത്രമല്ല ഞങ്ങളുടെ കൂടെ, നമ്മളുടെ ബസ്സിൽ തന്നെയല്ല ഞങ്ങളുടെ കിച്ചൺ ടീം വരുന്നത്. കിച്ചൺ ടീമിന് മാത്രം സെപ്പറേറ്റ് വാഹനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ എല്ലാ ഭക്ഷണവും റെഡിയാക്കി വെച്ച് ഉണ്ടാക്കി ഉച്ചയ്ക്ക് രാവിലെ കഴിക്കേണ്ട ഭക്ഷണം അവിടുന്ന് കഴിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. എല്ലാവരും പ്ലേറ്റും ഗ്ലാസും കൊണ്ടുവരണം നമ്മൾ നേരത്തെ നിർദ്ദേശം. അവിടെ ഹിമാലയത്തിൽ ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് ഞങ്ങൾ പറയുന്നത്, നമ്മുടെ കൂടെ വരുന്ന ഒരാൾ പോലും ഒരു കഷ്ണം പ്ലാസ്റ്റിക് പോലും ഹിമാലയത്തിൽ എവിടെയും ഇടാൻ പാടില്ല. ഒരു വേസ്റ്റ് ഇടാൻ പാടില്ല. പിന്നെ അതേപോലെ ഒരാൾ പോലും നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഡിസ്പോസബിൾ പ്ലേറ്റോ ഗ്ലാസ്സോ കൊണ്ടുവരാൻ പാടില്ല. സ്റ്റീലിൻ്റെ പ്ലേറ്റോ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്താണോ പ്ലേറ്റ് അത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ കൊണ്ടുവരാം. അത് നമ്മൾ ആദ്യം കൊടുക്കുന്ന നിർദ്ദേശമാണ്. കാരണം നമ്മൾ ഇത്രയും പേര് യാത്ര ചെയ്ത് ഹിമാലയത്തിൽ പോയി, നമ്മളൊരു 10-12 ദിവസം അവിടെ നിന്നു, നമ്മൾ ഇത്രയും വേസ്റ്റ് അവിടെ തള്ളി, എത്ര വേസ്റ്റായി. അപ്പോൾ ഓരോരോ ഗ്രൂപ്പ് അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളായിട്ട് ഒരു വേസ്റ്റും ഹിമാലയത്തിൽ തള്ളില്ല. കാരണം ഇനി ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകേണ്ട ഒരു സ്ഥലമാണത്. അവിടെ ഒരു മാലിന്യം നിക്ഷേപിക്കാതെ വരണം എന്നുള്ളത് ഒരു വലിയൊരു ഇതായിട്ട് നമ്മൾ എടുക്കണം. അത് ഞങ്ങൾ നിർബന്ധമായും പറയാറുണ്ട്. അപ്പോൾ ഈ ടീം ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാ ഹിമാലയത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ തണുപ്പുള്ള പ്രദേശങ്ങളാണല്ലോ, എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ കഞ്ഞി ഉണ്ടാവും. കഞ്ഞി മീൻസ് കഞ്ഞി മാത്രമല്ല, ചപ്പാത്തി ഉണ്ടാവും, അതിന് കറി ഉണ്ടാവും, അതിന് പുറമെ ഏതെങ്കിലും റൈസ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണ രീതി കുറച്ചും കൂടി ലാവിഷാണ്. കാരണം ഞങ്ങൾ കൂടുതൽ ഐറ്റം, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പുട്ടും ചെറുപയറും കറിയും ഉണ്ടാക്കുന്നു, അങ്ങനെയല്ല. പുട്ടും കറിയുണ്ടോ, അതിന് പുറമെ വേറെ എന്തെങ്കിലും സാധനം കൂടി കിട്ടും. അപ്പോൾ ആൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും ഞങ്ങളുടെ യാത്രകളിൽ. അപ്പോൾ അങ്ങനെ ഓപ്ഷനോടുകൂടി, അപ്പോൾ ഹിമാലയത്തിന് മേലെ ആണെങ്കിൽ പോലും പിന്നെ ഓപ്ഷൻസ് ഉള്ള ഭക്ഷണം. പക്ഷേ പ്രധാനമായിട്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് കഞ്ഞിയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ അരിയുടെ കഞ്ഞി എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര താല്പര്യം. നാളികേര പാൽ കൂടി ഒഴിക്കുന്ന കൂടി ആളുകൾ വളരെ ഹെയറിയായി. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിൽ ഞങ്ങളുടെ യാത്രയിൽ ഇന്നേ വരെ ഭക്ഷണത്തിന് പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അതിന് വയറിനൊരു അസുഖം, അത് വളരെ ഹിമാലയ യാത്രയിൽ പ്രത്യേകിച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഭക്ഷണമാണ്. ഹിമാലയത്തിലെ യാത്ര അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ കടുകെണ്ണയും അതേപോലെ തന്നെ മറ്റാതുള്ള ഓയിലുകളാണ്. അത് വീണ്ടും ഉപയോഗിച്ച ഓയിലുകൾ അവർ വീണ്ടും ഉപയോഗിക്കുന്നതാവും, നമുക്കറിയില്ല. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ആൾട്ടിറ്റ്യൂഡിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് വയറ് അപ്സെറ്റ് ആവും. വയറ് അപ്സെറ്റ് ആവുന്നതോടുകൂടി നേരത്തെ ശ്രീനാഥ് പറഞ്ഞതുപോലെ ആ യാത്ര ആർക്കാണോ വയറ് അപ്സെറ്റ് ആയത് അയാൾ ആ യാത്ര കഴിഞ്ഞു എന്നാണ് പോകുന്നത്. പിന്നെ അയാൾക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും യാത്ര പോയിട്ട് ഇതുവരെ വയറ് അസുഖം വന്നിട്ടില്ല. അതേപോലെ നിങ്ങൾ 12 പ്രാവശ്യം ചാർധാം പോയി, അതേപോലെ പലതരം ഹിമാലയത്തിൽ പോയി. ഇപ്പം പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 42 ചിലപ്പം 100 വരെ ആൾക്കാരെല്ലാം ഗ്രൂപ്പായിട്ടാണ് പോവുക. ഇപ്പം ഇപ്പോൾ പല ആൾക്കാർ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇവിടുത്തെ യുവാക്കൾക്ക് ഇപ്പോൾ 2 ആളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ലോ കോസ്റ്റിൽ എങ്ങനെ? അതിൽ ഏറ്റവും നല്ലത് ഇവിടുന്ന് ട്രെയിനിൽ ഋഷികേശ് വരെ ഇപ്പോൾ ഇവിടുന്ന് ട്രെയിനുണ്ട്. പക്ഷേ ഡെയിലി ഇല്ല, ആഴ്ചയിൽ ഒരു തവണ ഋഷികേശിലേക്കുള്ള യോഗനഗരി എക്സ്പ്രസ് ഉണ്ട്. അത് ഋഷികേശ് വരെ പോകും. ഇനി ഹരിദ്വാർ വരെയാണെങ്കിൽ ഇവിടുന്ന് ട്രെയിനിൽ പോയിട്ട് ഹരിദ്വാറിലേക്കും ട്രെയിനുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ഡൽഹി വരെ പോകാം. ഡൽഹിയിൽ നിന്ന് ഇഷ്ടംപോലെ ട്രെയിനുകൾ ഹരിദ്വാറിലേക്ക് പോകും. ഉത്കൽ എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ മംഗളയ്ക്ക് പോവുകയാണെങ്കിൽ മംഗള 1:45 മംഗള കേരള രണ്ടാണെങ്കിലും ഉച്ചയാകുമ്പോഴത്തേക്കും ഡൽഹിയിലെത്തും, നിസാമുദ്ദീനെത്തും. അവിടുന്ന് ഉത്കൽ എക്സ്പ്രസ് 3:45-4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വേറെയും ട്രെയിനുകളുണ്ട്. ഇതൊക്കെ ഹരിദ്വാറിലേക്ക് പോകുന്ന ട്രെയിനുകളാണ്. അപ്പോൾ ആ ട്രെയിനുകൾ ഹരിദ്വാർ എത്തിക്കഴിഞ്ഞാൽ ഹരിദ്വാറിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ടിട്ട് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മുഴുവൻ ബസ്സുകളുണ്ട്. അത് സർക്കാർ ബസ്സുകളുണ്ട്. ഉത്തരകാശിയിലേക്ക് ബസ്സുണ്ട്. പിന്നെ ബാർക്കോട്ടിലേക്ക് ബസ്സുണ്ട്. ബാർക്കോട്ട് എന്ന് പറയുന്നത് യമുനോത്രിക്ക് പോകുന്നവരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ബാർക്കോട്ട്. അതേപോലെ തന്നെ ബദ്രീനാഥിലേക്ക് ബസ്സുണ്ട്.
അവിടെയൊക്കെ ബസ്സുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കും സീതാപൂരിലേക്ക് ബസ്സുണ്ട്. ഇവിടെയൊക്കെ ഹരിദ്വാർ എന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ് സർവീസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. നമ്മളിപ്പോൾ തലേ ദിവസം പോകുന്നു, അന്ന് രാത്രി തന്നെ ചെന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് രാവിലെ എത്ര മണിക്കൊക്കെയാണ് ബസ് പുറപ്പെടുന്നതെന്ന് അന്വേഷിച്ച് വെക്കുന്നു. ആ ബസ് പുറപ്പെടുന്ന 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി സീറ്റ് ഇരുന്ന് പോകാൻ പറ്റും. ഒരു പ്രയാസമില്ല. അത് വളരെ ചുരുങ്ങിയ ചാർജേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പിന്നെ ഹരിദ്വാർ ടു ബദ്രീനാഥ് 300-320 രൂപയേ ഉള്ളൂ. അത്രയും കുറഞ്ഞ രീതി, വളരെ കുറഞ്ഞ രീതിയിലേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ല ഇവർ പോകുന്ന വഴിയിൽ ഒറ്റയടിക്ക് പോവുകയല്ല ചെയ്യുക. പോകുന്ന വഴിയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിർത്തി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ പോകുക. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റും, പ്രയാസമില്ല. അതേപോലെ ഇപ്പോൾ ചാർധാം യാത്രകൾ പറഞ്ഞു എല്ലാം ഒന്നിനൊന്ന് മികച്ച സ്ഥലങ്ങളാണ് കാണാനും. അതുപോലെ നമ്മൾ സ്പിരിച്വലായിട്ട് തോന്നാനും. ദിവാർജി മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ 12, 13, 14 പ്രാവശ്യമൊക്കെ പോയ സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഏറ്റവും നിങ്ങൾ ഒരു എനർജി ഫീൽ ചെയ്യുമല്ലോ, അതായത് ദൈവത്തിൻ്റെ എനർജി എന്ന് ചില സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഉണ്ട്. ഉമ്മുഗാമി അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള സ്ഥലമാണ്. അത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പിടിച്ചു വരിക്കും. അതേപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഈ ചാർധാമിൽ ഏറ്റവും പിടിച്ചു വരിച്ച സ്ഥലം ഏതാണ്? അതായത് അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് പോരണ്ടാന്ന് തോന്നുന്ന സ്ഥലം. അങ്ങനെ തോന്നുന്ന സ്ഥലം കേദാർനാഥ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ വീണ്ടും പോകുന്ന സമയത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 ദിവസമാണ് ഞങ്ങൾ കേദാർനാഥിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. 3 ദിവസം. 3 ദിവസം. അതിൽ 2 ദിവസം കേദാർനാഥ് തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആൾ പിന്നെ തിരക്കുണ്ടെങ്കിലൊക്കെ അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ട്രാവൽസ് എന്ത് ചെയ്യുക വെച്ചാൽ ഇന്ന് എത്തി സാധാ സീതാപൂരിൽ അല്ലെങ്കിൽ രാംപൂരിലെത്തി ഇന്ന് പോകുന്നു, ഇന്നെത്തി നാളെ രാവിലെ പോകുന്നു, തിരിച്ചു വരണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമുക്ക് അഥവാ എന്തെങ്കിലും ബ്ലോക്കോ പ്രശ്നമുണ്ട് എല്ലാ പരിപാടിയും തെറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു 3 ദിവസമൊക്കെ അതാണ് അതിന് വേണ്ടി. എന്നാൽ പിന്നെ പ്ലാനിങ് ഒരു വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ മുകളിൽ പോകാം, നമുക്ക് ഇരിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം. അവിടെ ഇഷ്ടംപോലെ സമയം നമ്മൾ ചിലവഴിക്കാൻ പറ്റും. തണുപ്പുണ്ടാവും എങ്കിൽ പറഞ്ഞാൽ കരുതി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കതിന് വേണ്ട രീതിയിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് എത്ര പോയാലും അത് എല്ലാ സ്ഥലവും അങ്ങനെ തന്നെ അതെങ്കിൽ പോലും കുറച്ചും കൂടി അവിടെ ഒരു ലോൺലിനെസ് ഉണ്ട്. അവിടെ ആ ഒരു ലോൺലിനെസ് എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ആ തിരക്കുകളിൽ ഒരു ഏകാന്തത ഉണ്ട്. അതാണ് കേരളത്തെ പ്രത്യേകത കേദാർനാഥിൽ. അപ്പം ആ തിരക്കുകളിൽ ഏകാന്തത ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നത് കേദാർനാഥിലാണ്. അപ്പോൾ ബദ്രീനാഥിലും പിന്നെ അവിടെ ഒരു വ്യാപാര കേന്ദ്രം പോലെയായി മാറിയിട്ടുണ്ട് ബദ്രീനാഥ്. ക്ഷേത്രത്തിന് ചുറ്റുപാടുകളിലൊക്കെ നിറയെ കച്ചവടക്കാർ. പക്ഷേ കേദാർനാഥിൽ അങ്ങനെയില്ല. കാരണം അവിടെ മേലെ എത്തിയിട്ട് വളരെ ചുരുങ്ങിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ഒരു വല്ലാത്തൊരു ശാന്തതയും വല്ലാത്തൊരു ഒരു ശിവനാമം, പ്രകൃതി ശിവനാമം ഉരുവിടുന്നതായിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ് പിന്നെ കേദാർനാഥിൻ്റെ പ്രത്യേകത. അവിടെ അപ്പോൾ അവിടുന്ന് എല്ലാ ഭാഗത്തുനിന്നും ഈ പർവ്വത ശിഖരങ്ങളൊക്കെ ശരിക്കും കേദാർനാഥിനെ നമസ്കരിച്ച് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുക. പ്രയാഗ്രാജിനെ പറ്റി നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പൂജാരിമാർ നമ്മളെ വന്നിട്ട് ഇങ്ങനെ പറ്റിക്കും, അത് വേണം, ഇത് പൂജ ചെയ്യണം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ചാർധാം പോകുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള, അതായത് പറ്റിക്കപ്പെടാതെ നിൽക്കണമെങ്കിൽ എന്തൊക്കെയാണ്, അതായത് ഏത് പൂജയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊന്നും ഉണ്ടോ? അല്ല അങ്ങനെ പ്രത്യേകിച്ച് അപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ പോലെ അവിടെ പുഷ്പാഞ്ജലി അങ്ങനത്തെ ധാരാളം അങ്ങനെ വഴിപാടുകളുടെ ബോർഡോ വഴിപാടുകളില്ല. അങ്ങനത്തെ സംഗതികൾ പൊതുവെ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ്. ഹിമാലയത്തിലും ഇവിടെ ബദ്രീനാഥിൽ ആരതികളുണ്ട്. ആ വൈകുന്നേരത്തെ ആരതികൾക്ക് രാവിലെ ഷീട്ടാക്കുന്ന സംവിധാനം ഓൺലൈനിൽ ഷീട്ടാക്കാം, ആരതികളാണ്. ഇവിടെയും അതേപോലെ. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ധാരാളം ഈ പൂജാരിമാരുണ്ട്, പാണ്ഡകൾ എന്ന് വിളിക്കുന്ന ധാരാളം പേരുണ്ട് അതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഓരോരുത്തരും നമ്മുടെ അടുത്തേക്ക് വരും. അവർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിപ്പം പണം നമ്മൾ കൊടുത്ത് 500 1000 കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ പേരിൽ പിന്നെ മൃത്യുഞ്ജയ ഹോമം, അതേപോലെ മൃത്യുഞ്ജയ മന്ത്രം ഇതൊക്കെ ചൊല്ലിയിട്ട് നമ്മളെ കൊണ്ട് അവിടെ ആരതി ചെയ്യിപ്പിക്കും, നമ്മളെ നമസ്കരിപ്പിക്കും. അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളൊരു രീതി എന്താണെന്ന് പറഞ്ഞാൽ ബദ്രീനാഥിൽ ഞങ്ങൾ ആരതി ഷീട്ടാക്കാറുണ്ട്, കാരണം അകത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് വിടാറാണ് പതിവ്. പക്ഷേ പൊതുവെ തട്ടിപ്പ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. പക്ഷേ നമുക്കതൊരു സൗകര്യമായിട്ട് ചിലപ്പോഴൊക്കെ തോന്നും. കാരണം കേദാർനാഥിൽ തിരക്കുള്ള സമയത്ത് അവിടെ ചിലപ്പോൾ ആളുകൾ വന്ന് ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴിക്കുക. അതിന് വേറൊരു വഴിയുണ്ട് അവിടെ. അപ്പോൾ അവർ നമ്മൾ 500 രൂപ 1000 രൂപ കൊടുത്ത് അവർ നമ്മൾ കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക വഴി കൂടെ കൊണ്ടുപോയി അകത്ത് കയറി വലിയ തിരക്കുള്ള സമയത്തല്ല, നോർമൽ തിരക്കുള്ള സമയത്ത് അകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ എല്ലാ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് നമ്മളെ നമസ്കരിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വിടും. ഒരു 1000 രൂപ കൊടുത്ത്. അപ്പോൾ പ്രായമുള്ളൊരു അമ്മയോ അല്ലെങ്കിൽ ആദ്യം വരി നിൽക്കാൻ വയ്യാത്ത അത് സൗകര്യം കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, പക്ഷേ അത് നമ്മൾ ഇപ്പോൾ ആരോഗ്യമുള്ള ആ സംബന്ധിച്ചോളം അത് നമ്മൾ നിൽക്കുന്ന നമ്മൾ വരുന്നത്. അപ്പോൾ അവർ നമ്മളെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന സിസ്റ്റം ഒന്നുമില്ല. അവർ നമ്മൾ ചോദിക്കും തരുന്നുണ്ടോ എന്ന് ചോദിക്കും, ഇല്ലെങ്കിൽ വേണം. അതുകൊണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഗുരുവായൂരിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം, അത് ബദരിയാണ്. ഒരു തവണ ഞങ്ങൾ ബദരിയിൽ ബസ് നിർത്തി, ഞങ്ങളുടെ ബസ് അവിടെ നിർത്തി. അപ്പോൾ ഡ്രൈവറോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ലഗേജ് മുഴുവൻ അകത്തുണ്ട്, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, ഫോണ് ശ്രദ്ധിക്കണേ. ആ സമയത്ത് ഡ്രൈവർ പറഞ്ഞു, അത് ഞാൻ ഒരിക്കലും മറക്കാതിൽ പറയണം, ഭയ്യ ഹേ ബദരി ഹേ. ഇത്ര കൂടുതൽ വിശദീകരണമില്ല. അതായത് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളണം, ഞങ്ങളുടെ
പ്രധാനപ്പെട്ട സാധനങ്ങൾ, വില പിടിച്ച സാധനങ്ങൾ ഇതിനകത്തിരിക്കുന്നു, വാതിൽ അടയ്ക്കണേ എന്നാണ് നമ്മൾ പറഞ്ഞ ചുരുക്കം. കറോ ഭയ്യ ധ്യാൻ സെ ദേഖന ഹെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇയാൾക്കറിയാം നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്. ഭയ്യ ഹെ ബദരി ഹെ എന്ന് പറഞ്ഞ അർത്ഥം ബദരി എന്നൊരു സാധനം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ബദരിയിൽ വാതിൽ തുറന്നിട്ട് പോയാലും നിങ്ങളുടെ സാധനം അവിടെ കണ്ടാൽ അവിടെ കിടക്കും, അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ ഒരു കാരണവശാലും. അങ്ങനെ ഞങ്ങൾക്കൊരു അനുഭവമുണ്ട്. ഒരു യാത്രയിൽ ഞങ്ങളുടെ അന്ന് ഞാൻ പറഞ്ഞ പണ്ട് കാലത്ത് റോഡ് മോശമായിരുന്നു, അതേപോലെ ബസ്സിൽ നല്ല ബസ്സായിരുന്നില്ല. അപ്പോൾ ഇതിന് ചിലപ്പോൾ ഡിക്കിയൊക്കെ ഓപ്പണായി പോകും. 6 പെട്ടി മിസ്സായി. യാത്രക്കാരുടെ 6 പ്രധാനപ്പെട്ട അവരുടെ ഡ്രസ്സൊക്കെ അടങ്ങുന്ന ബദരിയിൽ എത്തിയ സമയത്ത് 6 പേരുടെ പെട്ടിയില്ല. അങ്ങനെ സ്വാഭാവികം അവർക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ പലർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോഴത്തേക്ക് ഹിമാലയത്തിൽ എത്തുന്നതോടുകൂടി നമുക്ക് കുറച്ചൊക്കെ ആ ഒരു എൻ്റേത് എന്നുള്ള ആ ഒരു ബോധം കുറേ പോകും. വല്ലാത്ത രീതിയിൽ അറ്റാച്ച്മെൻറ്റ് കുറച്ച് കുറയും, ഡിറ്റാച്ച്ഡ് ആവും നമ്മൾ. അപ്പോൾ ആരും വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ പോലും നമുക്കത് കിട്ടണമല്ലോ. 6 പെട്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ വസ്ത്രങ്ങൾ എല്ലാവരും ഒക്കെ ഷെയർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് കുറച്ചൊക്കെ വാങ്ങി. അവിടെ കമ്പിളി വസ്ത്രങ്ങൾ മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. എങ്കിലും അതൊക്കെ വാങ്ങി അവരത് അഡ്ജസ്റ്റായി. പക്ഷേ ഞങ്ങൾ അന്ന് അത് ഡിപ്പാർട്ട്മെൻറ്റായി ബന്ധപ്പെട്ടു. അവിടുത്തെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു സാറ് പിന്നെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ IAS കാഡറിൽ 1-2 പേരെയൊക്കെ വിളിച്ചു. അങ്ങനെ ഡൽഹിയിൽ വിളിച്ചു. ഡൽഹിയിൽ നിന്ന് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചു. അതിന് ഇൻഫർമേഷൻ കൊടുത്തു, അങ്ങനെ 6 പെട്ടി വഴിയിൽ എവിടെയോ മിസ്സായിട്ടുണ്ടെന്ന്. അത്ഭുതം, നേരത്തെ പറഞ്ഞ ബദരീഹ എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ പെട്ടികളെല്ലാം ഞങ്ങൾ സുരക്ഷിതമായി ഒന്നും നഷ്ടപ്പെടാതെ തിരിച്ച് കിട്ടിയതാണ്. അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പിറ്റേന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടുകയാണ്, നിങ്ങളുടെ മുഴുവൻ പെട്ടിയും ഇന്ന പോലീസ് ചൗക്കിയിൽ വെച്ചിട്ടിട്ട്. അവിടെ ആ നാട്ടുകാർക്ക് ആരോ കിട്ടി, അവർ ഈ പോലീസ് ചൗക്കിയിൽ ഈ ഏൽപ്പിച്ചു. പോലീസ് ചൗക്കി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനല്ല. പോലീസ് സ്റ്റേഷൻ ആ ഒരു ഓസ്ട്രേലിയ പ്രധാനപ്പെട്ട ഔട്ട് പോസ്റ്റ് പോലെ ഉണ്ടോ. അപ്പം പിന്നെ ഈ സ്ഥലങ്ങളിൽ നിങ്ങളുടെ പെട്ടികൾ ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ പോകുന്ന സമയത്ത് കളക്ട് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് തോന്നുന്നു പാണ്ഡുകേശം ആ സ്ഥലത്ത് എവിടെയാണ്, അവിടുന്ന് ഞങ്ങൾ ഈ പെട്ടി മുഴുവൻ കളക്ട് ചെയ്തു. അപ്പോൾ അതൊരു അത്ഭുതമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ 4 പെട്ടി വീണ് എന്തൊക്കെ സ്ഥിതി, അഥവാ നീ കിട്ടുകയാണെങ്കിൽ തന്നെ പെട്ടി മാത്രം കിട്ടുക, അകത്ത് സാധനം ഉണ്ടാവില്ല. പക്ഷേ ഒരു സാധനം മുഴുവൻ കിട്ടി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ബദരി. ഇപ്പം ബദരിയിലും ആളുകളൊക്കെ തന്നെ വളരെ സത്യസന്ധന്മാരാണ്. ആളുകൾ എടുക്കുന്ന ഏതെങ്കിലും രീതിയിൽ അപ്പോൾ ഈ പൂജാരിമാർ ഇവരൊക്കെ പണം വാങ്ങുന്നുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും സാധാരണ ജനങ്ങൾ ഇതിനൊക്കെ അതീതരായിട്ട് ഈ ഒരു ധർമ്മത്തെയും ഈ ഒരു വിശ്വാസത്തെയും കാത്തു സൂക്ഷിക്കുന്നവരാണെന്നത്. കാശിയിലെ ആരതിയും ബദ്രിനാഥിലെ ആരതിയും തമ്മിൽ എന്താ വ്യത്യാസമുണ്ടോ? ഒന്നുണ്ട്. അത് നല്ല വ്യത്യാസമുണ്ട്. ബദരീനാഥിൻ്റെ ആരതി എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനകത്ത് പിന്നെ നിശ്ചിത പേർക്ക് മാത്രം കൊടുക്കുന്നതാണ് അവിടുത്തെ ആരതി. ആ ആരതി കൊടുത്തു കഴിഞ്ഞാൽ ബദ്രീനാഥ് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു 10, 50, 100 പേർക്കോളം നിൽക്കാൻ പറ്റുന്ന ചെറിയൊരു ഹാളാണ് അതിനകം. അപ്പം വിഷ്ണു സഹസ്രനാമ ആരതിയാണ് നമ്മൾ ചെയ്തതെങ്കിൽ 20 മിനിറ്റാണ് സമയം. അപ്പോൾ ഈ ഇതിന് ആരൊക്കെയാണോ അത് എല്ലാവർക്കും ഈ വിഷ്ണു സഹസ്രനാമ ആരതിക്കുള്ള ഷീട്ട് കൊടുക്കില്ല. അപ്പോൾ 20 മിനിറ്റിലേക്ക് അവർക്ക് എത്ര പേരാണ് അകത്ത് നിൽക്കാൻ പറ്റും, അത്രയും പേര് അകത്ത് കയറി കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം, പിന്നെ അത്രയും പേര് അത്രയും സമയം വാതിലടയ്ക്കും. അപ്പോൾ പുറമേ തൊഴുക എന്നല്ലാതെ ഇപ്പോൾ ആ സമയത്ത് അകത്തേക്ക് ആരും പ്രവേശനമില്ല. ഈ വിഷ്ണു സഹസ്രനാമം ആരതി കഴിഞ്ഞിട്ട് ഈ ഇത്രയും ആൾക്കാരെ പുറത്തേക്ക് വിടുള്ളൂ. അങ്ങനെ ഓരോ ആരതികളുണ്ട്. അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനകത്ത് ഇരുന്ന് ആരതി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ സംവിധാനം ചെയ്തത്. അത് ചിലപ്പോൾ 10 മിനിറ്റുകളുണ്ടോ, 5 മിനിറ്റുകളുണ്ടോ, 20 മിനിറ്റുകളുണ്ടോ. അത് വൈകുന്നേരമാണ് കൂടുതൽ. രാവിലെ സമയം ആരതിയുണ്ട്, പക്ഷെ വൈകുന്നേരമാണ് ഈ തരത്തിലുള്ള പ്രധാനപ്പെട്ട ആരതി കാര്യങ്ങളൊക്കെ. അത് നമ്മളെ റാവൽജിനെ നേരിട്ടാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എൻ്റെ അച്ഛനെയും കൊണ്ട് പല യാത്രകൾ പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈ പ്രായമാവുന്നതിന് മുമ്പാണ് ഇവിടെയൊക്കെ വരേണ്ടത്. കാരണം കുറച്ചുകൂടി ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ വരുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഇങ്ങനെ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു നിരാശ ഉണ്ടല്ലോ, അത് വരാതെ നിൽക്കണം എന്ത് ചെയ്യണം? അല്ല, ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്രയൊക്കെ മാറ്റം വന്നിട്ടും പല ആളുകളും ഇപ്പോൾ കാശി പോകുന്നു അല്ലെങ്കിൽ ഹിമാലയം പോകുന്നു പറഞ്ഞാൽ അതിനൊക്കെയുള്ള പ്രായമായോ എന്ന് ചോദിക്കുന്ന യാത്രയോട് അത്ര ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരോ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ യാത്ര വരുന്ന ധാരാളം റിട്ടയർമെൻ്റ് ആവാത്തവരുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്നോട് ഇതിൻ്റെ കാശിയിലൊക്കെ പോകാനായോ, ഇത്രയൊക്കെ സമയമായോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷം വന്ന പലരും പറയുന്നൊരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെയൊക്കെ വരേണ്ടത് നമ്മൾ നേരത്തെ ആയിരുന്നു, വളരെ നേരത്തെ വരേണ്ട സ്ഥലമായിരുന്നു ഇതൊക്കെ. കാരണം ഇതിലെ പല സ്ഥലങ്ങളും നമുക്ക് ജസ്റ്റ് പോയിട്ട് ക്ഷേത്രം കണ്ട് വരുന്നതിൽ അപ്പുറത്തേക്ക് പലതും കാണാനുണ്ട്. ഇപ്പം ബദരി പോയ മുജുഗുദ് ഗുഹ കാണാനുണ്ട്, തുളസിമല കാണാനുണ്ട്, അങ്ങനെ പലതും കാണാനുണ്ട്. അത് കാരണം നമ്മൾ കയറ്റം കയറി പോകണം. അപ്പോൾ നമ്മൾ 65-70 വയസ്സായിട്ട് നമ്മൾ ഈ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ പോയിട്ട് കാണാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. നമുക്ക് മനസ്സനുവദിച്ചാലും ശരീരം അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പ്രത്യേകിച്ചും പുതിയ തലമുറയിൽപ്പെട്ടവരോട് യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ കഴിയുന്നത്ര വേഗം നിങ്ങൾ ഹിമാലയ പോലുള്ള ഇത്തരമുള്ള സ്ഥലങ്ങളിൽ പോയി കാണണം. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ അസ്തിത്വം അത് നിലനിൽക്കുന്നത് ഹിമാലയങ്ങളിലാണ്, ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിന് നമ്മളുടെ സംസ്കാരത്തിന് വേര് തേടി പോയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹിമാലയത്തിൽ പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ അവരുടെ ജീവിതം അവിടെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ഋഷീശ്വരന്മാരൊക്കെ എവിടേക്ക് പോകാനുള്ള കാരണം,
അവിടെ എന്താണ് ഹിമാലയത്തിലുള്ളത്. ഇപ്പം ചിന്മയാനന്ദ സ്വാമികൾ തന്നെ, അദ്ദേഹം ചിന്മയാനന്ദ സ്വാമികളാവുന്നതിന് ഇവിടെ ബാലകൃഷ്ണ മേനോൻ അദ്ദേഹം തേടിപ്പോയത് എന്താണ് ഈ സന്യാസിമാർ ചെയ്യുന്നത്, അവരെ കൊണ്ട് എന്ത് ഗുണമാണ് സമൂഹത്തിനുള്ളതെന്ന് പഠിക്കാൻ വേണ്ടി, വിമർശനാത്മകമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശിവാനന്ദ ആശ്രമത്തിലെത്തുന്നത് ഋഷികേശിൽ. അങ്ങനെയാണ് ശിവാനന്ദ സ്വാമികൾ അദ്ദേഹത്തെ തപോവന സ്വാമികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണ ത്വര അത് ശരിക്കും നമ്മുടെ യുവാക്കൾക്ക് വേണം. അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മൾ വിമർശനാത്മകമായി പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും എന്താണ് ഹിമാലയം. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആവുന്ന സമയത്താണ് ശരിക്കും നമുക്കതിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് കേദാർനാഥ് ത്രിയുഗി നാരായൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം നടന്ന സ്ഥലമാണ്. നൂറ്റാണ്ടുകളായിട്ട് അവിടെ ആ വിവാഹത്തിന്, അതായത് സഹസ്രാബ്ദങ്ങളായിട്ട് അല്ലെങ്കിൽ യുഗങ്ങളായിട്ടെന്ന് പറയാം. അപ്പോൾ യുഗങ്ങളായിട്ട് അവിടെ ഒരു ഹോമകുണ്ഡം ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഹോമകുണ്ഡത്തിൽ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മളെ വഴിപാട് വിറകാണ്. ആ വിറകാണ് നമ്മൾ വഴിപാട് പണം അടച്ചാൽ നമുക്കൊരു വിറക് തരും. ആ വിറക് എന്ത് ചെയ്യണം, നമ്മൾ ഈ അഗ്നികുണ്ഡത്തിൽ സമർപ്പിക്കണം. ആ അഗ്നികുണ്ഡം ഇപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ പോയിട്ട് വിറക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് കെടാതെ എന്ന് ആലോചിക്കണം. കെടാതെ എരിയുന്ന ഒരു ഹോമകുണ്ഡം ഹിമാലയത്തിൽ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് വിമർശനാത്മകമായി വിലയിരുത്താം. പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് ആ സത്യം നമുക്ക് ബോധ്യപ്പെടും. കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, നൂറ്റാണ്ടുകളായിട്ട് ഒരു ഹോമകുണ്ഡം കെടാതെ എന്ന് തോന്നും. പക്ഷെ പോകുന്ന സമയത്ത് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതും ഇതൊക്കെ പോയിട്ട് കാണണമെങ്കിൽ അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ, അപ്പോൾ സാധാരണ റൂട്ടല്ലാതെ പലരും മാറി സഞ്ചരിച്ച് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ കഴിയുന്നത്ര വേഗം, പ്രായം കൂടി നമുക്ക് കാലും കൈയും വയ്യാതെ ആവുന്ന സമയത്ത് പോകേണ്ട സ്ഥലമല്ല ഈ കാശിയാണെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ ആണ്, ഹിമാലയാണെങ്കിലും ഒക്കെ കഴിയുന്നത്ര വേഗം പോയിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ട, അല്ലെങ്കിൽ അതിൽ നമ്മൾ അലിഞ്ഞു ചേരേണ്ടതാണ്. നമുക്കത് മനസ്സിലാവണം. വെറുതെ ഞങ്ങൾ പോയി പോന്നാൽ പോരാ, അതിലേക്ക് നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ അലിഞ്ഞു ചേരാൻ നമ്മൾ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്. ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരുന്നു ദിവാർജി പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അതൊരു എക്സ്പീരിയൻസ്ഡ് എക്സ്പ്ലോറിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ സ്വന്തം യാത്രയല്ല, പല ആളുകളെയും നമുക്ക് പ്രായമുള്ള ആൾക്കാരെ, പല ടൂർ ഓപ്പറേറ്റർമാർ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുപോകാറില്ല. പക്ഷെ നിങ്ങൾ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട്. അവർ നിങ്ങളുടെ കുടുംബം പോലെ നിങ്ങൾ പല സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. ഇനിയും നിങ്ങൾക്ക് ഭാവിയിൽ പല സ്ഥലങ്ങളും, ചാർധാം, അതേപോലെ ഹിമാലയം എന്നീ സ്ഥലങ്ങളിലൊക്കെ ആളുകളെ കൊണ്ടുപോകാൻ പറ്റട്ടെ.